ക്ലിയർ ആണോ? ഓക്കെ. ഇതിന് അടുത്തത് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയുടെ അടുത്തൊരു സൈലന്റ് ഫീച്ചേഴ്സ് ആണ്, വി ഹാവ് സ്ട്രോങ് അഫിലിയേഷൻ ടു വാല്യൂസ്. നമുക്ക് ഒരുപാട് വാല്യൂസ് ഉണ്ട്. ഓക്കെ, സോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ഡിഫറെന്റ് വാല്യൂസ് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെ വന്നിട്ടില്ല. ഓക്കെ. സോ ഇതുപോലെ എന്ത് ചെയ്യാറുണ്ട്, we have like some strong values that we hold important or like significant. അങ്ങനത്തെ ചില വാല്യൂസും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. റെസ്പെക്ട് ഫോർ ദ എൽഡേഴ്സ്. Okay, respect for the elders. Then like family and community orientation. Family or the community orientation. Family and community orientation. Religious tolerance and spirituality. Okay. Then like hospitality. Aditi Devo Bhava. We are still holding as a very important. Then like non-violence. Ahimsa. Then like dharma. Duty and righteousness. Okay. So in recent like സാഹോ എന്ന് പറഞ്ഞിട്ട് പ്രഭാസിന്റെ ഒരു മൂവി ഉണ്ടായിരുന്നു, സാഹോ. അതിൽ ലൈക്ക് അവസാനത്തിൽ ചില സംസ്കൃതത്തിലെ ചില ടേംസ് പറയുന്നുണ്ട്. അതിലെ ഒരു വാക്കാണ് സ്ഥിതപ്രജ്ഞ. സ്ഥിതപ്രജ്ഞ. ഓക്കെ, സോ ഇതൊരു ലൈക്ക് ഒരു ഇമ്പോർട്ടന്റ് വാല്യൂ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് സ്ഥിതപ്രജ്ഞ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ പ്രൊബിറ്റി എന്നൊക്കെ പറയാറുണ്ടല്ലോ, ലൈക്ക് നമ്മുടെ ഒരു എന്താ പറയാ, ഒരു ട്രയാങ്കുലിറ്റി, ഇക്വാനിമിറ്റി, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു വാക്കാണ് എന്തെന്ന് പറയുന്നത്, സ്ഥിതപ്രജ്ഞക എന്ന് പറയുന്നത്. സോ അതിൽ ലൈക്ക് എക്സാക്ട്ലി ഐ ഡോണ്ട് റിമെമ്പർ, സ്ഥിതപ്രജ്ഞക ഭാഷ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ആ കാറിൽ ലൈക്ക് ഒരു ട്വിസ്റ്റ് ആയിട്ട് കാണിക്കുന്ന ഒരു സാധനമാണ്. ബട്ട് എനിവേ ഈ വേർഡ് നിങ്ങൾ ഓർത്ത് വെക്കുക, നിങ്ങൾക്ക് എത്തിക്സ് പേപ്പറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. സോ ഇതെന്ന് പറയുന്നത് ധർമ്മ, ഡ്യൂട്ടി, റൈറ്റിയസ്നെസ് അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ സമ്മൺ ഇസ് ലൈക്ക് എന്താ പറഞ്ഞ. ഓക്കെ, ദെൻ സിംപ്ലിസിറ്റി ആൻഡ് ഫ്രൂഗലിറ്റി. ഓക്കെ, സോ സിംപ്ലിസിറ്റി ആൻഡ് ഫ്രൂഗലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ലൈക്ക് എന്താ പറയാ, നമ്മൾ എന്ത് കാര്യം നോക്കുന്ന സമയത്തും അതിലെ ഒരു എക്കണോമിക് സൈഡ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുള്ള ഒരു ടേം ആയിരിക്കും ഇന്ത്യൻ ജുഗാഡ്സ്. കേട്ടിട്ടുണ്ടോ ഇന്ത്യൻ ജുഗാഡ്സ്? അതെന്താ സംഭവം? ജുഗാഡ് കബാഡോ? അതായത് ഇന്ത്യൻ ജുഗാഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മെത്തേഡ്സ് കൊണ്ടുവരും. ഫ്രൂഗൽ ഇന്നോവേഷൻ. എക്സാക്ട്ലി. അതായത് ലൈക്ക് നാസ അങ്ങോട്ടേക്ക് പോയത് ബെൻസ് കാറിലാണെങ്കിൽ, ചന്ദ്രനിലേക്ക് പോയത് ബെൻസ് കാറിലാണെങ്കിൽ നമ്മൾ ഓട്ടോയിലാണ് പോയത് എന്നുള്ളതിലേക്ക് ഒരു കമ്പാരിസൺ വരാറുണ്ട്. സോ വി ആർ ലൈക്ക് ഓൾവേസ് ഓപ്റ്റിംഗ് ദ ചീപ്പർ ഓപ്ഷൻസ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇന്ത്യൻ മാർക്കറ്റ്, അതായത് ഇപ്പം നിങ്ങൾ എന്താ പറയുക ഓട്ടോമൊബൈൽ സെക്ടർ ഒക്കെ നോക്കുന്ന സമയത്ത് ചീപ്പ് ആയിട്ടുള്ള, അതായത് അവിടെ നമ്മൾ എന്താ പറയാ, ഇപ്പൊ ലൈക്ക് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കംഫർട്ട് ആയിരിക്കും കൂടുതൽ. കൂടുതൽ കംഫർട്ടുള്ള വാഹനം ഏതാണ്, കൂടുതൽ പവറുള്ള വാഹനം ഏതാണ്, എല്ലാ ടെറൈനിലും യൂസ് ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങൾ ഏതാണ്, ഇതായിരിക്കും അവിടെ കൂടുതലായിട്ട് സെല് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ വരുന്ന സമയത്ത് ഒറ്റ ചോദ്യമുള്ളൂ, അല്ല മൈലേജ് എത്രയാണ്. സോ നമ്മുടെ ഫസ്റ്റ് ചോദ്യം അതായിരിക്കും. സോ റീസൺ ലൈക്ക് വി ആർ മോർ ഫോക്കസിങ് ഓൺ ഫ്രൂഗലിറ്റി. പിന്നെ അതേപോലെ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഇപ്പം ആപ്പിളുകളൊക്കെ പറിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓരോ സൈസിൽ ആപ്പിളിന് ഡിഫറെന്റ് പ്രൈസസ് ആയിരിക്കും. ഓക്കെ, ഈ സൈസ് കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലൈക്ക് വിദേശത്തൊക്കെ ആണെങ്കിൽ ലൈക്ക് ദേ ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് ടെക്നോളജീസ്, ലേസർ സ്കാൻ ഒക്കെ ചെയ്തിട്ട് ഒരേ സൈസ് അല്ലെങ്കിൽ ഒരേ വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് ആപ്പിളുകളെ പിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് അവർ ജനറേറ്റ് ചെയ്തു. ബട്ട് നമ്മൾ ഇന്ത്യക്കാർ എന്ത് ചെയ്തു, നിങ്ങൾ ലൈക്ക് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് എക്സാക്ട്ലി ആ സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും. അതായത് ലൈക്ക് രണ്ട് റെയിലുകൾ ഇതേപോലെ വെക്കും. ഓക്കെ, ലൈക്ക് ഇവിടെ കുറച്ച് അധികം ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും, ഇവിടെ ലൈക്ക് ഡിസ്റ്റൻസ് എന്തായിരിക്കും, കുറവായിരിക്കും. സോറി, ഇത് നേരെ തിരിച്ചാണ്. ഓക്കെ, അതായത് ഇവിടെ ലൈക്ക് റിജിഡ് ആയിരിക്കും. അപ്പൊ ലൈക്ക് ഇങ്ങനെ രണ്ട് സാധനം വെച്ചിട്ട് ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും, ആപ്പിൾ ഉരുട്ടി വിടും.
ഓക്കെ, എന്നിട്ട് ഇതിന്റെ അടിയിലൊക്കെ ഓരോ ബോക്സ് വെച്ചിട്ടുണ്ടായിരിക്കും, ഡിഫറെന്റ് ബോക്സസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഇതിലൂടെ ഉരുട്ടി വിടുന്ന സമയത്ത് ഈ ആപ്പിളിന്റെ സൈസ് കുറവാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആപ്പിൾ ഇതിലേക്ക് വീഴും. കുറച്ചുകൂടെ സൈസുള്ള ആപ്പിൾ ആണെങ്കിൽ ഇവിടെ വീഴും, നല്ല സൈസുള്ള ആപ്പിൾ ആകുമ്പോൾ ഇവിടെ വീഴും. അപ്പൊ ഇതിലേക്കൊക്കെ വരുന്നത് ഓൾമോസ്റ്റ് ഒരു സെയിം സൈസുള്ള ആപ്പിളുകളായിട്ട് എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. സോ ഇത് നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരിക്കും. സോ ഇതിനെയാണ് നമ്മൾ സാധാരണ ഇന്ത്യൻ ജുഗാഡ്സ് എന്ന് പറയാറുള്ളത്. സോ ഇന്ത്യൻസ് ആർ ഫോളോയിങ് ലൈക്ക് സിംപ്ലിസിറ്റി ആൻഡ് ഫ്രൂഗലിറ്റി, ഫ്രൂഗൽ ഇന്നോവേഷൻസ്, ദാറ്റ്സ് വാട്ട് വി ആർ ഫോളോയിങ്. ദെൻ എഡ്യൂക്കേഷൻ ആൻഡ് നോളജ്, വി ആർ ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ നോളജ്, ലൈക്ക് അറിവുള്ള ആളുകൾ എന്ത് ചെയ്യും, വി വിൽ റെസ്പെക്ട് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം, ദാറ്റ്സ് ദിയർ. അതുകൊണ്ടാണ് ഇപ്പോഴും ചില ജോബുകൾ നമ്മുടെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്, ഇറ്റ് ഈസ് ബീങ് കൺസിഡേർഡ് ആസ് ലൈക്ക് സംതിങ് എൽസ്. ബട്ട് നമ്മൾ, അതായത് ഇപ്പം നമ്മുടെ ഇവിടെ സാധാ ഒരു ഹോട്ടൽ തൊഴിലാളി ആണെങ്കിൽ ഹി വോണ്ട് ഗെറ്റ് ദ റെസ്പെക്ട്. കാരണം അതൊരു എഡ്യൂക്കേഷന്റെ ബേസിലോ അല്ലെങ്കിൽ നോളജിന്റെ ബേസിലോ അല്ല അയാൾക്കൊരു ആ ഒരു ജോലി കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അയാളെ റെസ്പെക്ട് ചെയ്യുന്നില്ല. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദ സെയിം വേ ഇൻ ദി വെസ്റ്റേൺ കൺട്രീസ്. അവിടെ ഒരു ജോലി ചെയ്യുക എന്ന് പറയുന്നത് തന്നെ റെസ്പെക്ട് ആണ്. അതെന്ത് ജോലി എന്നുള്ളത് ഇറലവൻറ്റ്. അതിനിപ്പോൾ ഒരു പ്ലംബർ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ലൈക്ക് ഒരു ഹോട്ടൽ വർക്കർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലൈക്ക് ഒരു സ്വീപ്പർ ആയിക്കോട്ടെ, എവറി ജോബ് ഇസ് ഹാവിംഗ് ലൈക്ക് ആൻ ഈക്വൽ റെസ്പെക്ട്. സോ അവിടെ നോളജ് എന്നതിനെക്കാട്ടും കൂടുതൽ എന്താണ് പറയുന്നത്, റെഡിനെസ് ടു വർക്ക് എന്ന് പറയുന്നതാണ്. ബട്ട് ഇവിടെ നമ്മൾ നോളജ് ഇസ് ബീങ് ഇക്വേറ്റഡ് ഇൻ ടു ജോബ്. അതുകൊണ്ട് ചില ജോബിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സുപ്പീരിയർ ആയിട്ട്, ചില ജോബിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഫീരിയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ ഇതൊക്കെ നമ്മുടെ എന്താണ്, ഇറ്റ് ഓൾസ് ഷോസ് ദ സ്ട്രോങ് അഫിലിയേഷൻ ഓഫ് ദി ഇന്ത്യൻസ് വിത്ത് ഡിഫറെന്റ് വാല്യൂസ്. ഓക്കെ, സോ ക്ലിയർ ആണോ? സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. ഇപ്പം ഇൻ കേസ് ഇപ്പൊ UPSC ചോദിക്കുകയാണ് ഓവർ ദ ടൈം, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറൽ പ്രാക്ടീസസ് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ വാല്യൂസിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ബിക്കോസ് ഓഫ് ലൈക്ക് ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ടെക്നോളജി ഒക്കെ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു മെൻഷൻ ദിസ് കൈൻഡ്സ് ഓഫ് ഡിഫറെന്റ് സോഷ്യൽ വാല്യൂസ്. ഇതിൽ ഓൾറെഡി ഒരു കാര്യം ചോദിച്ചതാണ് മൊബൈൽ കഡ്ലിംഗ്. ഓക്കെ, ലൈക്ക് സോറി, ചൈൽഡ് കഡ്ലിംഗ് is now being replaced with the mobiles. അതിന്റെ ഇമ്പാക്ട് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ബിക്കോസ് ഓഫ് ദാറ്റ് വി ആർ ലൈക്ക് ലൂസിങ് സം കൈൻഡ്സ് ഓഫ് സോഷ്യൽ വാല്യൂസ്. അവിടെയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ലൈക്ക് ഷെയർഡ് പാരന്റിങ് ടു ലൈക്ക് സ്ക്രീൻ പാരന്റിങ്, അങ്ങനത്തെ ഒരു ട്രാൻസിഷൻ ഒക്കെ നടന്നിട്ടുണ്ടെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ആ കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ്. സോ ദിസ് വാല്യൂസ് ആർ ഇമ്പോർട്ടൻറ്റ്. ദെൻ വൈ ദർ ഇസ് സ്ട്രോങ് അഫിലിയേഷൻ ടു വാല്യൂസ്. നമ്മൾ മറ്റ് സൊസൈറ്റികളിലൊന്നും കാണാത്ത പോലെ ഇന്ത്യൻ സൊസൈറ്റിയിൽ മാത്രം ഇത്തരത്തിലൊരു സ്ട്രോങ് അഫിലിയേഷൻ കാണാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഇന്ത്യൻ സൊസൈറ്റിയിൽ മാത്രം വാല്യൂസിന് ഇത്രയും നമ്മൾ റിവേർ ചെയ്യുന്നത്? വൈ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്? ട്രഡീഷണൽ, യെസ് എക്സാക്ട്ലി. റിലീജിയൻ ഇസ് എ സ്ട്രോങ് അഫിലിയേഷൻ ഇൻ ഇന്ത്യ. പല വാല്യൂസും ഇറ്റ് ഈസ് ബീങ് like transformed or like inculcated into Indian society because of religion. റിലീജിയൻ കാരണമാണ് പല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ വരുന്നത്. അതുകൊണ്ട് റിലീജിയൻ ഇവിടെ എന്താണ്, ഒരു മേജർ ഫാക്ടറാണ്. വൈ സ്ട്രോങ് അഫിലിയേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ റിലീജിയൻ ഇസ് എ മെയിൻ ഫാക്ടർ. ഓക്കെ, റിലീജിയൻ കാരണം എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രോങ് അഫിലിയേഷൻ സംഭവിക്കുന്നുണ്ട്. രണ്ടാമത്തത് ഇൻഫ്ലുവൻസ് ഓഫ് ദ social institutions. So for example, like family. Since then to modern times, family is a strong social institution, which is the first agent of socialization. Through socialization, this values are being inculcated into the younger generation. Appo endu cheyyunnundu, influence of the strong social institution is leading to strong affiliation to the values. ഒരു നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരുന്ന സമയത്ത്, അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് ലൈക്ക് നല്ല ഫാമിലി, തറവാട് മഹിമ, ഇതൊക്കെ നോക്കാൻ കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദാറ്റ് ഫാമിലി സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ ഈ സോഷ്യൽ വാല്യൂസ് എന്തായിരിക്കും, വിൽ ബി ഇൻകൾക്കേറ്റഡ്. അതുകൊണ്ടാണ് തറവാട് മഹിമയൊക്കെ നോക്കിയിട്ട് പല സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, കല്യാണാലോചനകളും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. ഓക്കെ, ദെൻ പിന്നെന്താ വരുന്നത്, വേറെ എന്ത് ഫാക്ടർ വരുന്നത്? എഡ്യൂക്കേഷൻ. ദാറ്റ്സ് ലൈക്ക് മോറൽ ആൻഡ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ. ഓക്കെ, സോ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ വാല്യൂസ് ഇൻകൾക്കേറ്റ് ചെയ്യുന്നതിന് ഒരു മേജർ ഫാക്ടർ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, നൗ വാട്ട് ആർ ദ ചാലഞ്ചസ് ഓർ ദ ചേഞ്ചസ്? എന്തൊക്കെ ചാലഞ്ചസ് അല്ലെങ്കിൽ ചേഞ്ചസ് ആണ് ഈ പറയുന്ന ലൈക്ക്
ഈ അഫിലിയേഷൻ ടു വാല്യൂസ് അല്ലെങ്കിൽ ദസ് അവർ വാല്യൂസ് ആർ ഇറോഡിങ്. സോ UPSC can ask like that. Because of the new economic transformations, does the social values are being eroding? So അതിനാണ് നമുക്ക് challenges എന്ന് പറയാൻ പറ്റുന്നത്. So challenges are the changes. What are the different challenges or changes that is happening? നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഫാമിലി വാല്യൂസിൽ ചില ചേഞ്ചസ് വരുന്നുണ്ട് അല്ലേ? ലൈക്ക് ഒന്നെന്തായിരുന്നു, ജോയിന്റ് ഫാമിലി ടു ന്യൂക്ലിയർ ഫാമിലി, ന്യൂ ഫോംസ് ഓഫ് ലൈക്ക് ഫാമിലി സ്ട്രക്ചേഴ്സ്, ഇതൊക്കെ നമ്മുടെ വാല്യൂസിലുള്ള ചേഞ്ചസ് ആണ്. ഓക്കെ, ഇതിന് അടുത്തത് പിന്നെ എന്ത് വരുന്നുണ്ട്? വാട്ട് അതർ ചേഞ്ചസ് ആർ ദിയർ? ലൈക്ക് ഓരോ ഫാക്ടേഴ്സും നിങ്ങൾക്ക് എടുക്കാം. ഇപ്പൊ ലൈക്ക് കൈൻഡ്നസ്, ചാരിറ്റി, കമ്പാഷൻ, ഓക്കെ. സോ ഇങ്ങനത്തെ പല വാല്യൂസും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എടുക്കാം. അതിലൊക്കെ വരുന്ന ലൈക്ക് ചേഞ്ചസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ലൈക്ക് നിങ്ങൾ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കുക, അതിൽ വരുന്ന ചേഞ്ചസിനെ കുറിച്ച് ആലോചിക്കുക. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, ബ്ലൈൻഡ് ആയിട്ട് ആലോചിക്കുന്നതിനെക്കാട്ടി നല്ലത്. ഓക്കെ, സോ ഇതൊക്കെ ലൈക്ക് UPSCക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. നിങ്ങൾ വാല്യൂസ് വരെ പഠിച്ചു പോയിട്ടുണ്ടായിരിക്കും, ബട്ട് UPSC ചോദിക്കുന്നുണ്ടായിരിക്കും വൈ ദിസ് വാല്യൂസ് ആർ ബീങ് സ്ട്രോങ്ലി റൂട്ടഡ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി, അല്ലെങ്കിൽ what are the challenges or the changes that is happening to the Indian values or the values of the Indian society because of technology, globalization, urbanization, etc. കാരണം ഇതൊക്കെയാണ് എന്ത് ഫോഴ്സസ് that is changing the Indian society എന്ന് പറയുന്നത്. Okay, so why? First of all, historical and the cultural continuity is there. ഞാൻ നേരത്തെ പറഞ്ഞു, സിൻസ് ഹാരപ്പൻ ടൈംസ് till now there are like certain social practices which is being continued. Because of the continuity of those practices, these values are also being continued from generation to generation. Then അടുത്തത് religious and the like philosophical foundation is there. Role of the family and community is there. Socialization and education is there. Then resilience in face of adversity. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ചില അഡ്വേഴ്സിറ്റീസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലൈക്ക് ബ്രിട്ടീഷ് ഇൻവേഷൻ അല്ലെങ്കിൽ കോളനൈസേഷൻ. ഈ കോളനൈസേഷന്റെ സമയത്ത് അവർ പുതിയ ഡ്രസ് കോഡുകൾ അല്ലെങ്കിൽ പുതിയ ലൈക്ക് എക്കണോമിക് സിസ്റ്റംസ് ഒക്കെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് അതിനെതിരായിട്ടുള്ളത് നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഖാദി ആയിരുന്നു. ഖാദി ഈസ് ലൈക്ക് ഇന്ത്യൻ ട്രഡീഷൻ. അപ്പം അഡ്വേഴ്സിറ്റീസ് ഉണ്ടാകുന്ന സമയത്ത് വി വർ ലൈക്ക് യൂസ്ഡ് ദിസ് ട്രഡീഷൻ ആസ് അവർ മോഡ് ഓഫ് ലൈക്ക് ഒപ്പോസിഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു റെസിസ്റ്റൻസ് കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ ട്രഡീഷൻസിന് എന്ത് ചെയ്തു, വി പ്രൊജക്റ്റഡ് ഇറ്റ്. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ദാറ്റ് ആൾസോ ലീഡ് ടു ജനറേറ്റിംഗ് സ്ട്രോങ് അഫിലിയേഷൻ ടു വാല്യൂസ്. ഇപ്പോഴും പല പൊളിറ്റീഷ്യൻസും ഖദറാണ് ധരിക്കുന്നത് ബിക്കോസ് ഓഫ് മഹാത്മാഗാന്ധി. ഓക്കെ, അത് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ട്രോങ് അഫിലിയേഷൻ അല്ലെങ്കിൽ ഒരു വാല്യൂ കാണിക്കാൻ വേണ്ടിയിട്ട് ലൈക്ക് ബിക്കോസ് ദാറ്റ് വൈറ്റ് ഖദർ ലൈക്ക് സിംബോളൈസസ് പ്യൂരിറ്റി അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ്സ് പ്യൂരിറ്റി. ഓക്കെ, ഒരു കറപ്ഷൻ ഫ്രീ ആയിട്ടുള്ള ആ ഒരു ലൈക്ക് പ്യൂരിറ്റിയെ സിംബലൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, പലരും യൂസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഹാസ് ബിക്കം എ വാല്യൂ ബിക്കോസ് ഓഫ് റെസിലിയൻസ് ഇൻ ദ ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി. സോ അതിന് ഏറ്റവും നല്ലതാണ് ഈ പറയുന്ന ലൈക്ക് ഇൻവേഷൻസിന്റെ സമയത്ത് like colonization, then social challenges has strengthened the adherence to the values as a means of preserving the identity. So ഇതിൽ ഒന്നാണ് ഈ ഹിസ്റ്ററി ഓഫ് ദി ഇൻവേഷൻ. സോ ഹിസ്റ്ററി ഓഫ് ഇൻവേഷൻ, അതായത് നമ്മുടെ ഇന്ത്യയില് ഭക്തി അതുപോലെ തന്നെ എന്താ പറയാ സൂഫി മൂവ്മെന്റ്സ് അവിടെ ഇരിക്കട്ടെ, ഭക്തി മൂവ്മെന്റ്സിന്റെ ട്രഡീഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു എമർജൻസ് അല്ലെങ്കിൽ ഒരു റിവൈവൽ ഓഫ് ദി ഹിന്ദുയിസം നടക്കാൻ കാരണം എന്ന് പറയുന്നത് ഇൻവേഷൻസ് ആണ്. ഓക്കെ, അതായത് ലൈക്ക് ഡൽഹി സുൽത്താനേറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ആ ഒരു വരവോട് കൂടിയിട്ട്, അല്ലെങ്കിൽ കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോർച്ചുഗീസുകാരൊക്കെ വരുന്നുണ്ട്. സോ ഈ ഒരു വരവോട് കൂടിയിട്ട് ഹിന്ദു റിലീജിയൻ പല സമയത്തും എന്ത് ചെയ്യപ്പെട്ടു, സപ്രസ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ വരികയും അതിന്റെ പുറത്താണ് പിന്നീട് എന്ത് വരുന്നത്, റിവൈവൽ ഓഫ് ദി ഹിന്ദുയിസം സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മലയാളം ലിറ്ററേച്ചർ ഒക്കെ പഠിക്കുന്ന സമയത്ത് എഴുത്തച്ഛന്റെ ഭക്തി പ്രസ്ഥാനത്തിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന പാശ്ചാത്യ വിദേശ നയം, അതായത് പാശ്ചാത്യ മത നയങ്ങൾ 1498 തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പോർച്ചുഗീസുകാർ വരുന്നുണ്ട്. സോ അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, 1653 or 59 ലൈക്ക് ഉദയംപേരൂർ സുനഹദോസ് ഒക്കെ നടക്കുന്നുണ്ട്. ലൈക്ക് ഇഫ് ഐ എം കറക്റ്റ് ലൈക്ക് 1653 or ലൈക്ക് 1563. ഓക്കെ, സോ ആ സമയത്ത് ഉദയംപേരൂർ സുനഹദോസ് ഒക്കെ നടക്കുന്നുണ്ട്. ലൈക്ക് ഫോഴ്സ്ഡ് കൺവേർഷൻസ് ആർ ഹാപ്പനിങ്. അതേ കാലഘട്ടത്തിൽ ഇവിടെ ജീവിച്ചിരുന്ന ആളായിരുന്നു ആരെന്ന് പറയുന്നത്, എഴുത്തച്ഛൻ. അതുകൊണ്ടാണ് അദ്ദേഹം എന്തെഴുതുന്നത്, ജനങ്ങളെ വീണ്ടും ഭക്തിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരു ലൈക്ക് ഹിന്ദുയിസത്തിന്റെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈക്ക് റിജുവനേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഭക്തി പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അധ്യാത്മ രാമായണം, അധ്യാത്മ ക്ലിപ്പാട്ടൊക്കെ എന്ത് ചെയ്യുന്നത്, രചിക്കുന്നത്. സോ ഈ പറയുന്ന ഭക്തി മൂവ്മെന്റിന്റെ ഒരു
ഇമ്പാക്ട് അല്ലെങ്കിൽ ലൈക്ക് അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻവേഷൻസ് ആയിരുന്നു. ഓക്കെ, സോ ലൈക്ക് അവിടെ നടക്കുന്നത് എന്താണ്, ഡൽഹി സുൽത്താനേറ്റ്സും പോർച്ചുഗീസും ഒക്കെയാണ്. ബട്ട് ഇൻ അതർ പെർസ്പെക്റ്റീവ് ഇറ്റ് ഇസ് ലൈക്ക് മുസ്ലിം ഇൻവേഷൻ ആൻഡ് ദ ക്രിസ്ത്യൻ ഇൻവേഷൻ. സോ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് എന്ത് ചെയ്യുന്നത്, ഭക്തി മൂവ്മെന്റ്സിന്റെ റൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ദെൻ ലൈക്ക് കളക്റ്റീവ് ഐഡന്റിറ്റി, നമ്മൾ ഇപ്പോഴും ഒരു സോഷ്യൽ ബീങ് ആയിട്ടാണ്. അതായത് അടുത്ത വീട്ടിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ ഇവിടുന്ന് നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ലൈക്ക് മലയാളത്തിലുള്ള സൂക്ഷ്മദർശിനി, അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇവിടെ ഇരുന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. ഇറ്റ് ഈസ് ബിക്കോസ് ലൈക്ക് വി ആർ എ കളക്റ്റീവ് സോഷ്യൽ ബീങ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, അവിടെ നടക്കുന്നത് ഇവിടെയും, ഇവിടെ ലൈക്ക് എല്ലാവരും കൂടെ ഒരേ സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ബട്ട് അങ്ങനെയല്ല എവിടെ നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഈ കളക്റ്റീവ് ഐഡന്റിറ്റിയുടെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് ചുംബന സമരം. അതായത് പബ്ലിക് ആയിട്ട് കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം എന്താണ്, തൊട്ടടുത്തുള്ള ആൾ അത് വിലക്കും, ഇവിടെ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ ആ ഒരു കൾച്ചർ എന്ത് ചെയ്യില്ല, ഡെവലപ്പ് ചെയ്യില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം വെസ്റ്റേൺ കൺട്രീസിലേക്ക് പോകുമ്പോൾ അവിടെ ഇൻഡിവിജ്വലിസ്റ്റ് ആണ്. അപ്പുറത്തുള്ളവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് എന്നെ കുറിച്ച് ഒരു കൺസേണേ അല്ല, ഞാനത് നോക്കുകയില്ല. സോ ഹി ക്യാൻ ഡു വാട്ട് എവർ ഹി വാണ്ട്. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഇൻഡിവിജ്വലിസ്റ്റ് ആണ്. അപ്പം എനിക്ക് എന്റെ വാല്യൂസ്, അയാൾക്ക് അയാളുടെ വാല്യൂസ്, അയാൾക്ക് ലൈക്ക് ഈ പറഞ്ഞ പോലെ പബ്ലിക് സ്പേസിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ലൈക്ക് ഹി ക്യാൻ കിസ്. എന്റെ വാല്യൂസിന് അത് ചിലപ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്തോളാം, ഇല്ലാതിരിക്കാം, ബട്ട് ഐ വോണ്ട് ഇന്റർഫിയർ. അപ്പം ആ വാല്യൂ അങ്ങനെ എന്ത് ചെയ്യും, ഗ്രോ ചെയ്യും. എന്റെ വാല്യൂ ഇങ്ങനെയും ഗ്രോ ചെയ്യും. ബട്ട് ഡിഫറെന്റ് വാല്യൂസ് ക്യാൻ കോ എക്സിസ്റ്റ്. ബട്ട് ഇവിടെ കളക്റ്റീവ് ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരാൾക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, സോ അത് എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രോങ് അഫിലിയേഷൻ ടു വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പല വാല്യൂസും അത് ലൈക്ക് അത് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിന് ചേരുന്നതല്ല. ലൈക്ക് പല ഡ്രസ്സിങ്, ഇപ്പൊ ലൈക്ക് പല സെലിബ്രിറ്റീസും പല ഡ്രസ്സൊക്കെ ആയിട്ട് ധരിച്ചു വരുന്ന സമയത്ത് സോഷ്യൽ ട്രോളുകൾ നിങ്ങൾ കാണാറുണ്ട്. അതിന് കാരണം എന്താണ്, അതിന് കാരണം എന്താണ്, ഇന്ത്യൻ ട്രഡീഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറിന് അത് എന്ത് ചെയ്യുന്നില്ല, ചേർന്നതല്ല എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഓക്കെ, ദെൻ ചാലഞ്ചസ്, ഗ്ലോബലൈസേഷൻ ആൻഡ് വെസ്റ്റേണൈസേഷൻ അതൊരു ചാലഞ്ച് ആണ്. ബിക്കോസ് ഓഫ് ദാറ്റ് വി ആർ ലൂസിങ് അവർ ട്രഡീഷണൽ വാല്യൂസ്. ഓക്കെ, നമ്മുടെ ലൈക്ക് ഫുഡ് കൾച്ചർ ആയിക്കോട്ടെ, കസ്റ്റൻ ആയിക്കോട്ടെ, ഡ്രസ്സിംഗ് സെൻസ് ആയിക്കോട്ടെ. സോ എവറിഥിങ് ഇസ് ലൈക്ക് ലൂസിങ്. ദെൻ അർബനൈസേഷൻ, ദെൻ മെറ്റീരിയലിസം ആൻഡ് കൺസ്യൂമറിസം. ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദി globalization. It is like coming into the Indian society. Okay. Then social superstitions or the evils. Then comes like erosion of the social institutions and their control. നമ്മൾ പറഞ്ഞു ഫാമിലി സ്ട്രക്ചർ ഇസ് ലൈക്ക് ചേഞ്ചിങ്. പണ്ട് ഫാമിലി ആയിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നിങ്ങളുടെ പാർട്ണറെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ലൈക്ക് അടുത്തൊരു ജനറേഷന്റെ പാർട്ട്നേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഫാമിലി ആയിരുന്നു. സോ ഫാമിലി ഹാഡ് എ സേ, എ റോൾ വാസ് ദിയർ പ്ലേഡ് ബൈ ദ ഫാമിലി. ഇപ്പൊ നമ്മൾ പറഞ്ഞു ലൈക്ക് ഓൺലൈൻ ഡേറ്റിംഗ് ആപ്സ്, ഇതുപോലെ ഓൺലൈൻ മാട്രിമോണിയൽ സൈറ്റ്സ് ഉണ്ട്. സോ ഇൻഡിവിജ്വൽസ് ആർ ലൈക്ക് ചൂസിങ് ദിയർ പാർട്ട്നേഴ്സ്. സോ ദ റോൾ ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഡിക്ലൈനിങ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ട്രഡീഷണൽ വാല്യൂസ് ഒരു സ്ട്രോങ് അഫിലിയേഷൻ ആയിട്ട് ഇന്ത്യൻ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള വൺ പ്രൈമറി റീസൺ ഇസ് ദാറ്റ് വാസ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ആ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലാതാവുന്ന അല്ലെങ്കിൽ അതിന്റെ കൺട്രോൾ കുറയുന്നതിനനുസരിച്ചിട്ട് ഈ സോഷ്യൽ വാല്യൂസ് എന്ത് ചെയ്യും, ഡിക്ലൈൻ ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പൊ ടൈം എത്രയും 11:40. ചെറിയൊരു ബ്രേക്ക് എടുത്തോളെ, 10 മിനിറ്റ്.
ആ ഓക്കെ, ലൈക്ക് ഓൺലൈനിലുള്ളവർ പോയോ? ക്ലാസ് കഴിഞ്ഞെന്ന് വിചാരിച്ച് പോയതാ? റെക്കോർഡിംഗ് പോസ്റ്റ് ആണോ? കണ്ടിന്യൂ തന്നെ അല്ലേ? ഓക്കെ. സോ നമുക്കൊരു 1 മണി വരെ പൊക്കൂടെ? 1 മണി വരെ പോകുന്നതിന് കുഴപ്പമില്ലല്ലോ. ആ അവിടെ പോണല്ലോ അല്ലേ? ആ ഞാനും അതിനില്ല. ഓക്കെ, സോ ഇന്ത്യൻ സൊസൈറ്റിയുടെ സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയലിസ്റ്റിക്. സോ ഇന്ത്യൻ സൊസൈറ്റി സ്പിരിച്വൽ ആണോ മെറ്റീരിയലിസ്റ്റിക് ആണോ? യാ, ബോത്ത് ആസ്പെക്ട്സ് ആർ there. ചില കാര്യങ്ങൾ നമ്മൾ എന്താണ് സ്പിരിച്വൽ ആണ്, ചില കാര്യങ്ങൾ നമ്മൾ എന്താണ് മെറ്റീരിയലിസ്റ്റിക് ആണ്. ഈ രണ്ട് ഫീച്ചേഴ്സും ഇന്ത്യൻ സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട്? മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ സ്പിരിച്വൽ ആസ്പെക്ട്സ് എന്തൊക്കെയാണ് വരുന്നത്? വാട്ട് ആർ ദ സ്പിരിച്വൽ ആസ്പെക്ട്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി? നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയുടെ സ്പിരിച്വൽ ആസ്പെക്ട്സ് എന്തൊക്കെയാണ് വരുന്നത്? യാ, സ്പിരിച്വൽ ചാരിറ്റീസ് ആർ there. ഓക്കെ, spiritual charities are there. Then rituals are there. Okay. Then പിന്നെന്ത് ആസ്പെക്ട്സിലാണ് സ്പിരിച്വൽ എന്ന് പറയാൻ പറ്റുക? ഏ യാ, ലൈക്ക് മെനി കൾച്ചറൽ പ്രാക്ടീസസ് ആർ there. എക്സാമ്പിൾ? ഏ യാ, ലൈക്ക് animism is there. Okay. And like other celebrations are there. So for example, like cultural practices, സ്പിരിച്വലിസം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള കൾച്ചറൽ പ്രാക്ടീസസ് ആയിരിക്കണം ഇപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത്. ലൈക്ക് അതിനൊരു സ്പിരിച്വൽ എലമെന്റും കൂടെ എന്ത് വേണം? വേണം. അങ്ങനത്തെ ഏതെങ്കിലും ഒരു കൾച്ചറൽ പ്രാക്ടീസസ് പറയാൻ വേണ്ടിയിട്ട് പറ്റും? ഇപ്പൊ ലൈക്ക് നിങ്ങൾക്ക് ചാടി കയറിയിട്ട് കൾച്ചറൽ പ്രാക്ടീസ് പറയുമ്പോൾ ഓണം, വിഷു ഇതൊക്കെ നിങ്ങൾക്ക് പറയാം. പക്ഷെ അതിൽ എന്ത് എലമെന്റ് മിസ്സിംഗ് ആണ്? സ്പിരിച്വൽ എലമെന്റ് മിസ്സിംഗ് ആണ്. ഏ യാ, തെയ്യം ഇസ് ദിയർ. യാ, വി ക്യാൻ സേ. ബട്ട് കുറെ കൂടെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള സാധനമാണ്. ഏ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഓൾ ഇന്ത്യ എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതല്ലെങ്കിൽ ജനറൽ എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും. ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ലൈക്ക് പിൽഗ്രിമേജ്, തീർത്ഥയാത്രകൾ. ഓക്കെ, ലൈക്ക് എല്ലാ കമ്മ്യൂണിറ്റീസിലും ലൈക്ക് ഡിഫറെന്റ് പാർട്സ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്? പിൽഗ്രിമേജസ് നടക്കുന്നുണ്ട്. ലൈക്ക് ദർഗാസ് ആർ ദിയർ. ഓക്കെ, ലൈക്ക് ടെമ്പിൾസ് ആർ ദിയർ. ഈവൻ ലൈക്ക് മഹാകുംഭമേള വാസ് ദിയർ. സോ എവറിഥിങ് വാസ് പാർട്ട് ഓഫ് ദി സ്പിരിച്വൽ പിൽഗ്രിമേജ്. ഓക്കെ, സോ അതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെന്ത് വരുന്നുണ്ട്? വാട്ട് എൽസ് പാർട്ട് ഓഫ് സ്പിരിച്വലിസം? ലൈക്ക് ഞാൻ സ്പിരിച്വൽ ആണ്. ഏ യോഗ പ്രാക്ടീസസ് ആർ ദിയർ. ആണ്. ബട്ട് യോഗ എന്ന് പറയുന്നതിൽ കുറച്ചുകൂടി സ്പിരിച്വൽ എലമെന്റ്, ലൈക്ക് ഫൈൻഡിങ് ദ സ്പിരിറ്റ്, ലൈക്ക് ആ ഒരു മെന്റൽ പീസ്. ആ ആ ഒരു ആസ്പെക്ട്സിൽ ലൈക്ക് യോഗ തന്നെ ഡിഫറെന്റ് ഫോർമാറ്റിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലൈക്ക് ഈവൻ വിവേകാനന്ദ വാസ് ദിയർ. ഹി ഓൾസോ പ്രാക്ടീസ്ഡ് യോഗ. ആ ഉണ്ട്, ഡെഫിനറ്റ്ലി. ലൈക്ക് ഓവർ ദ ടൈം ഡിഫറെന്റ് ഉണ്ട്. ഓക്കെ, സോ ലൈക്ക് പാണിനി അല്ലേ യോഗ കൊണ്ടുവന്നത്? ലൈക്ക് യോഗ ആരായിരുന്നു കൊണ്ടുവന്നിരുന്നത്? ഏ സോറി, പതാഞ്ജലി അത് വേറെ. അതെ. ആ ലൈക്ക് പാണിനി വേറെ. ഓക്കെ. പതാഞ്ജലി. ലൈക്ക് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത യോഗ എന്ന് പറയുന്നത് ദാറ്റ് വാസ് ലൈക്ക് എൻറ്റയർലി ഡിഫറെന്റ്. ആ ലൈക്ക് ഡിഫറെന്റ് പർപ്പസ് ആയിരുന്നു. ഓക്കെ, പിന്നെന്താ വരുന്നത്? ലൈക്ക് നിങ്ങൾ സ്പിരിച്വൽ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ആലോചിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്, ദാറ്റ് യു ആർ സ്റ്റിൽ മിസ്സിംഗ്. ഏ സ്പിരിച്വൽ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് മൈൻഡ് ലൈക്ക് ബട്ട് ഒരു ക്ലിയർ കട്ട് ഡിവിഷൻ നമുക്ക് പറയാൻ പറ്റില്ല. റിലീജിയൻ ഇസ് ലൈക്ക് അബൌട്ട് സ്പിരിച്വൽ. ആണ് ലൈക്ക് ബട്ട് റിലീജിയൻ സ്റ്റാൻഡ്സ് ഫോർ ദാറ്റ് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ പലപ്പോഴും പ്രൊജക്ട് ചെയ്യാറുള്ളത്. ഓക്കെ.
ആ രണ്ടും ലൈക്ക് സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് അങ്ങനെ പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള കുറച്ച് ആൾക്കാരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡ്മാൻ. ലൈക്ക് ഗോഡ്മാൻസ് ഇപ്പൊ റീസെന്റ് ലൈക്ക് പല ഇഷ്യൂസ് നടന്നിട്ടുണ്ട്, ഈവൻ ലൈക്ക് സ്റ്റാമ്പേഡ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഈവൻ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഗോഡ്മാൻ ഇസ് വെരി സ്ട്രോങ്. ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ സ്പിരിച്വാലിറ്റി. ഓക്കെ, ഇന്ത്യൻസിന്റെ ഉള്ളിലുള്ള സ്പിരിച്വാലിറ്റി ആക്ച്വലി അവർ എന്താണ് ചെയ്യുന്നത്, അതിനെ ലൈക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ്സ് വാട്ട്സ് ദിസ് ഗോഡ്മാൻ ഇസ് ഡൂയിങ്. സോ ഇങ്ങനത്തെ എല്ലാ എലമെന്റ്സും നമ്മൾ നോക്കുന്ന സമയത്ത് വി ക്യാൻ സേ ദാറ്റ് ഇന്ത്യൻ സൊസൈറ്റി ഇസ് ലൈക്ക് സ്പിരിച്വൽ. അത് മാത്രമല്ല, ഈവൻ ലൈക്ക് ഇപ്പൊ നമ്മൾ പല സെലിബ്രേഷൻസും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഓക്കെ വി ആർ ലുക്കിംഗ് ഇൻ ടു ലൈക്ക് അതിന്റെ ഒരു പ്രത്യേക സമയം കാലം, ലൈക്ക് കല്യാണമൊക്കെ നടക്കുന്നു. സോ ലൈക്ക് എവറിഥിങ് വി ആർ ലൈക്ക് ഇറ്റ് ഈസ് ബീങ് ബൈൻഡഡ് വിത്ത് ദ ടൈം ആൻഡ് എവറിഥിങ്. ഓക്കെ, സോ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്താണ്, ഇറ്റ് ഈസ് സ്പിരിച്വൽ. ദെൻ ലൈക്ക് മെറ്റീരിയലിസ്റ്റിക്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കൺസ്യൂമറിസം ഇസ് ദെയർ. ഓക്കെ, സോ കൺസ്യൂമറിസം ഇസ് ലൈക്ക് എഗെയിൻസ്റ്റ് സ്പിരിച്വാലിറ്റി ആണ്. മെറ്റീരിയലിസം, കൺസ്യൂമറിസം ആർ ലൈക്ക് എഗെയിൻസ്റ്റ് സ്പിരിച്വാലിറ്റി. ഏത് ഡ്രസ്സിംഗ് സ്റ്റൈൽസ് ഒക്കെ ലൈക്ക് ലക്ഷൂറിയസ് ആയിട്ടുള്ളത്. അത് ഡ്രസ്സിംഗ് ലൈക്ക് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. സ്പിരിച്വൽ ആയിട്ടുള്ള ഡ്രസ്സിംഗ് ഉണ്ട്, ഇതും ഉണ്ട്. ഓക്കെ, പിന്നെന്താ വരുന്നത് മെറ്റീരിയലിസ്റ്റിക്കിന്റെ ആസ്പെക്ട്സിൽ? ഓക്കെ, അതായത് ലൈക്ക് ഈവൻ സ്പിരിച്വൽ സെലിബ്രേഷൻസ് ഒക്കെ ആണെങ്കിൽ പോലും ലൈക്ക് നമ്മളൊരു ലക്ഷൂറിയസ് ആയിട്ടാണ് ചെയ്യുന്നത്. പണ്ട് മാരേജിനൊക്കെ ഒരു സ്പിരിച്വാലിറ്റി ആയിരുന്നു. ഇപ്പം അതെന്തായിട്ട് മാറി, ലൈക്ക് ഒരു എക്സ്ട്രാ വേഗൻസ് ആണ്. ലൈക്ക് നമ്മുടെ പണം, സമ്പത്ത് ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിലുള്ള സെലിബ്രേഷൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ കാര്യങ്ങൾ മാറുന്നുണ്ട്. ദെൻ അടുത്തത് വാട്ട് ആർ ദി അതർ ആസ്പെക്ട്സ് ലൈക്ക് ദ മെറ്റീരിയലിസം ദാറ്റ് ഇസ് ബീങ് ഷോൺ. ഇത് നമ്മൾ നേരത്തെ ലൈക്ക് സൊസൈറ്റിയുടെ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാൾ കൾച്ചർ, മക്ഡൊണാൾഡൈസേഷൻ, ഇതൊക്കെ എന്ത് വരുന്നുണ്ട്, മെറ്റീരിയലിസത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, ദെൻ എന്ത് വരുന്നുണ്ട്, ഇതിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ് മാൾ കൾച്ചർ ഇതൊക്കെ വന്നതോട് കൂടിയിട്ട് ഇവിടെ നമ്മൾ എന്താണ് പറഞ്ഞത്, പിൽഗ്രിമേജ് ആണ് പറഞ്ഞത്. ബട്ട് നൗ ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് അത് എന്തായിട്ട് മാറും, ട്രാവൽസ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ടൂറിസ്റ്റ് സ്പോട്സ് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എമേർജ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഡിഫറെന്റ് ന്യൂ ടൂറിസ്റ്റ് സ്പോട്സ്, ലൈക്ക് ഇന്ത്യൻസ് ആർ ട്രാവലിംഗ് അബ്രോഡ്. ഓക്കെ, ലൈക്ക് മാലഡീവ്സ് ആർ ബിക്കമിങ് ദി ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻസ്. ഓക്കെ, സോ ലൈക്ക് ഡിഫറെന്റ് ലൊക്കേഷൻസിലേക്ക് വി ആർ ട്രാവലിംഗ്. ഇപ്പോഴത്തെ പിൽഗ്രിമേജ് ആണെങ്കിൽ ഇപ്പോഴത്തെ അതിന് മെറ്റീരിയൽസ് ആണ്, ടൂർസ് ആൻഡ് ട്രാവൽസ്. ഓക്കെ, സോ ഇതൊക്കെ എന്താണ് മെറ്റീരിയലിസ്റ്റിക് ആസ്പെക്ട്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് വരുന്നത് സ്പിരിച്വൽ, റിലീജിയസ് ഡൈവേഴ്സിറ്റി ആൻഡ് ഫെയ്ത്ത്. ഡിഫറെന്റ് റിലീജിയൻസ് ഉണ്ട് ഇന്ത്യയിൽ. ഓക്കെ, ദാറ്റ്സ് ആൾസോ ഷോസ് ദാറ്റ് religion is like very strong in India. Okay, then the concepts of dharma, that is duty, is there. Yoga and meditations are there. Pilgrimages, sacred sites, etc. is there. Importance of the spiritual leaders, God, man, then like standards associated with it. Then like different spiritual festivals are there. Okay, like Mahakumbha Mela, you can give the example. It is related to spirituality. Okay, so in the different aspects of the spiritual elements are still being maintained by the Indian society. Then what about the materialism, economic development in the consumerism? Materialism is like growing. Technology and innovation, we are like fastly adopting different kinds of technologies. Whatever new technologies are coming, Indian society is like immediately accepting it, adopting it. Okay, so globally available ആയിട്ടുള്ള എല്ലാ ടെക്നോളജീസും ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് വി ആർ യൂസ് ടു. ഓക്കെ, ദെൻ എഡ്യൂക്കേഷൻ ആൻഡ് ദ കരിയർ ഓപ്ഷൻസ്, ലൈക്ക് കരിയർ ആസ്പിറേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ ഒരു പർപ്പസ് തന്നെ, ദ വെരി പർപ്പസ് ഓഫ് ദ എഡ്യൂക്കേഷൻ ഹാസ് ചേഞ്ച്. ഓക്കെ, സോ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫോർ മണി മേക്കിംഗ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. ഓക്കെ, സോ ആ ആസ്പെക്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതെന്താണ്, മെറ്റീരിയലിസം അല്ലെങ്കിൽ കൺസ്യൂമറിസത്തിന്റെ ഭാഗമാണ്. ഓക്കെ, then comes like fashion and the lifestyle, media and entertainments are there. Okay, so for example like Netflix. Okay, we are like more using like Netflix. അപ്പൊ അതൊക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യ ഇസ് ലൈക്ക് മൂവിങ് മോർ ടു കൺസ്യൂമറിസം ഓർ ലൈക്ക് മെറ്റീരിയലിസം. ദെൻ പെർസ്യൂട്ട് ഓഫ് കംഫർട്ട് ആൻഡ് ലേഷർ.
ഓക്കെ, സോ ലൈക്ക് ഈവൻ നമ്മളിപ്പോൾ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ജോലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു വലിയ ഫാക്ടറാണ് എന്തെന്ന് പറയുന്നത്, വർക്ക് കൾച്ചർ നമ്മൾ നന്നായിട്ട് നോക്കാറുണ്ട്. അവിടെ ലൈക്ക് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ, വർക്ക് ബർഡൻ ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ജോലിക്ക് ജോയിൻ ചെയ്യുന്നത്. വി ആർ നോട്ട് ജസ്റ്റ് ലുക്കിംഗ് ഇൻ ടു വാട്ട് മണി. ഓക്കെ, പിന്നെ ലൈക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മണി എന്തായാലും വേണം, that thing is there, but apart from that we are like giving more importance to like comfort, leisure. ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലൈക്ക് ഏർലിയർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈലേജ് മാത്രം നോക്കിയിട്ടായിരുന്നു ഇന്ത്യൻ സൊസൈറ്റി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇൻ റീസെന്റ് ടൈംസ് യു ക്യാൻ സീ ദാറ്റ് ലൈക്ക് എന്താ പറയുക, വളരെ ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ ആയിട്ടുള്ള പല കാറുകളും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് ആൻഡ് ഇന്ത്യൻസ് ആർ ലൈക്ക് ബൈയിങ് ഇറ്റ്. ഓക്കെ, ഈവൻ ലൈക്ക് ടാറ്റയുടെ നെക്സ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ലൈക്ക് EV വെഹിക്കിൾസ് ആർ കമ്മിങ്. ഇപ്പൊ മഹീന്ദ്ര റീസെന്റ് റിലീസ് ചെയ്തിട്ടുള്ള ലൈക്ക് 2 വെഹിക്കിൾസ് അഡ്വാൻസ് ലൈക്ക് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടുള്ള വന്നിട്ടുള്ള വണ്ടികളാണ്, ആൻഡ് വി ആർ ആക്സെപ്റ്റിംഗ് ഇറ്റ്. ഓക്കെ, ലൈക്ക് മോർ ദാൻ 6,000 ബുക്കിംഗ്സ് ഇറ്റ് ഹാസ് റിസീവ്ഡ്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് വി ആർ ആക്സെപ്റ്റിംഗ്, വി ആർ ഗോയിങ് ഫോർ കംഫർട്ട്, ലെയ്ഷർ, ഓക്കെ, ഡെക്കറേഷൻ, ഇതിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നൗ വി ആർ ചേഞ്ചിങ്, ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ മെറ്റീരിയലിസം. ഓക്കെ, സോ യു ഹാവ് ടു ഇൻക്ലൂഡ് എക്സാമ്പിൾസ് എവ്രിവെയർ. നിങ്ങൾ എന്ത് എഴുതുന്ന സമയത്തും എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കണം അത് പറയേണ്ടത്. ജനറൽ പോയിന്റ്സ് ആയിട്ട് മാത്രം പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ, സോ ഈ പറഞ്ഞ ലൈക്ക് എന്താ പറയുക, ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ വെഹിക്കിൾസ്, അതുപോലെ ലൈക്ക് ലക്ഷറിയസ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ലൈക്ക് ഓഡി, BMW, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വാങ്ങുന്നുണ്ട്. ഓക്കെ, ഈവൻ ലൈക്ക് വി ആർ ലൈക്ക് ഡെക്കറേറ്റിംഗ് ദ ഹോംസ് ലൈക്ക് ഹൗസസ്. ഓക്കെ, ഡിസൈനർ ആയിട്ടുള്ള സ്യൂട്ട്സ്, ഡിസൈനർ ലൈക്ക് ഡ്രസ്സസ്, വെഡിങ് ഗൗൺസ്, അതുപോലെ ലൈക്ക് എന്താ പറയുന്നത്, നമുക്ക് ലൈക്ക് ഇൻഡിവിജ്വലി നമ്മൾ ചില സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, കാർവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, സോ ഇതൊക്കെ എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ്, ഈ പറയുന്ന ലെഷറിന്റെ അണ്ടറിൽ വരുന്നതാണ്. യു ക്യാൻ ഗിവ് എനി ഓഫ് ദി എക്സാമ്പിൾസ്. ഓക്കെ, ദെൻ അടുത്ത ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു ഫീച്ചറാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഓക്കെ, സോ വി ആർ ലൈക്ക് ഡൈവേഴ്സ് in terms of like language or like ethnicity, religion, caste. So every aspect we are like diverse, geographically diverse, even like ഭക്ഷണത്തിന്റെ പേരിലായി കഴിഞ്ഞാലും എല്ലാത്തിന്റെയും പേരിൽ we are like diverse. But there is something that is unite we as Indian. Okay, that is a like a feature of the Indian. Eh? Eh? ഇല്ല, that's like a sentiment. Okay, അപ്പം ലൈക്ക് നമ്മൾ ചിലപ്പോൾ ചില സമയത്തൊക്കെ പറയാറുണ്ട് അതെന്റെ സെന്റിമെന്റിനെ ഹേർട്ട് ചെയ്തു. ലൈക്ക് വി കനോട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. സെന്റിമെന്റ് ഇസ് ലൈക്ക് സംതിങ് വി ഫീൽസ്. അതേപോലത്തെ ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. അങ്ങനത്തെ ചോദ്യമൊന്നും UPSC ചോദിക്കില്ല. ലൈക്ക് ഒരു ലോജിക്കൽ ആയിട്ടുള്ള സാധനം മാത്രമേ ചോദിക്കുള്ളൂ. ലൈക്ക് ഈവൻ യൂണിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് ബി ഏബിൾ ടു റൈറ്റ് ദി ആൻസർ. ഇറ്റ് ഇസ് ദി സ്ട്രോങ് ബോണ്ടിങ് ദാറ്റ് ഇസ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദി മെമ്പേഴ്സ് ഓഫ് ദി ഇന്ത്യൻ സൊസൈറ്റി. ദാറ്റ്സ് വാട്ട്സ് വി കോൾ യൂണിറ്റി. ഇനി ലൈക്ക് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും കയ്യിൽ നിന്ന് അപ്പോഴത്തെ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് പറ്റണം. ദാറ്റ് ഇസ് ദ ഡിമാൻഡ് ഓഫ് ദി UPSC. ബട്ട് അറ്റ് ദ സെയിം ടൈം തിരിച്ച് ചോദ്യങ്ങൾ വന്നേക്കാം. ഇപ്പൊ ലൈക്ക് ഗ്ലോബലിസം അല്ലെങ്കിൽ എന്താ പറയാ റീജിയണലിസം, ഹൗ ഇറ്റ് ഇസ് ഇമ്പാക്ടിങ് ദ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നേക്കാം. ഓക്കെ, സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഇന്ത്യ ഇസ് എ മൾട്ടി കൾച്ചറൽ സൊസൈറ്റി. ലൈക്ക് ഡിഫറെന്റ് വേർഡ്സ് ഒന്ന് ഓർത്ത് വെക്കുക, മൾട്ടി കൾച്ചറൽ, പ്ലൂറലിസം. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു കോർ ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു കോർ ഫീച്ചർ ആണ് മൾട്ടി കൾച്ചറലിസം, ദാറ്റ് ഇസ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. സോ അതിന് നിങ്ങൾ അടുത്ത കൊടുക്കേണ്ട ഒരു ടേമാണ് മൾട്ടി കൾച്ചറലിസം. ഇൻ ഇന്ത്യ refers to the coexistence of diverse culture. We have like diverse culture, languages, religion, ethnic communities within a single national framework. ഇന്ത്യ എന്ന് പറയുന്ന ഒരു സിംഗിൾ നാഷണൽ ഫ്രെയിംവർക്കിന്റെ ഉള്ളിൽ when we have this much diversity we can call it unity in diversity. Okay, that is fostering the inclusivity, harmony and mutual respect while maintaining unity in diversity. Okay, സോ ഈ പറയുന്ന എല്ലാ ഡൈവേഴ്സിറ്റി ഉണ്ടാകുന്ന സമയത്തും അത് എന്ത് ചെയ്യുന്നില്ല, ഒരു സോഷ്യൽ ഡിവൈഡ്, ഡിവിഷൻ അല്ലെങ്കിൽ എന്താ പറയാ ഒരു വയലൻസ് ഇതിലേക്ക് പോകുന്നതിനേക്കാളും കൂടുതൽ ദാറ്റ് ഈസ് ലീഡിങ് ടു ഇൻക്ലൂസിവിറ്റി. എല്ലാവർക്കും എക്സിസ്റ്റ് ചെയ്യാം, കോ എക്സിസ്റ്റൻസ് ഉണ്ട്, ഹാർമണി ഇസ് ദെയർ, സോഷ്യൽ കൊഹിഷൻ ഇസ് ദെയർ, then like mutual respect is there. Okay, that's what is leading into the unity and diversity. So ഈ ഒരു സോഷ്യൽ എക്സിസ്റ്റൻസിനെ രണ്ട് രീതിയിലാണ് നമ്മുടെ എന്താ പറയുക ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ ലൈക്ക് സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ ലൈക്ക് സോഷ്യൽ സ്റ്റഡീസിന്റെ ആൾക്കാർ എന്ത് ചെയ്യാറുള്ളത് നോക്കി കാണാറുള്ളത്. അതിൽ ഒരു പെർസ്പെക്ടീവ്സ് എന്ന് പറയുന്നത് മെൽറ്റിംഗ് പോട്ട് മോഡലാണ്.
രണ്ടാമത്തേത് സാലഡ് ബോൾ മോഡലാണ്. ഓക്കെ, സോ രണ്ട് നമ്മളുടെ ഡിഫറൻസ് എന്താ? യാ, എന്ന് വെച്ച് കഴിഞ്ഞാല് ഡിഫറെന്റ്, ഇപ്പൊ ലൈക്ക് സാമ്പാറൊക്കെ പോലെ ലൈക്ക് ഡിഫറെന്റ് ഡിഷസ് അതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ ഒരു സിംഗിൾ സാധനം ആക്കുന്ന സമയത്ത് വി ആർ ഗെറ്റിംഗ് എ ന്യൂ തിങ്. ഓക്കെ, ലൈക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള വെണ്ടയ്ക്ക, അതുപോലെ ലൈക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സ്പൈസസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഫൈനലി കിട്ടുന്ന ഒരു സാധനമാണ് എന്ന് പറയുന്നത് സാമ്പാർ. ഫൈനൽ സാധനം സാമ്പാറാണ്. ഓക്കെ, ഇതിൻ്റെ അകത്തുനിന്ന് കായം മാത്രം എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ യു വോണ്ട് ഗെറ്റ് ഇറ്റ്. ചിലപ്പോൾ വെണ്ടയ്ക്കൊക്കെ എടുക്കാൻ പറ്റുമായിരിക്കും. ഓക്കെ, ബിക്കോസ് ദാറ്റ്സ് ദി മെജോറിറ്റേറിയൻ അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള സാധനം. സാലഡ് ബൗളിലേക്ക് വരുന്ന സമയത്തോ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇതൊന്ന് ലൈക്ക് സ്ട്രോബെറി നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ ലൈക്ക് എന്താ പറയാ പ്ലംബ്, അതുപോലെ ലൈക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ സാധനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിക്ക് ചെയ്തെടുക്കാം. ഓരോ ഫ്രൂട്ട്സും സെപ്പറേറ്റ് ചെയ്ത് പിക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ അങ്ങനെ പിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സമയത്താണ് സാലഡ് ബൗൾ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സൊസൈറ്റി ഇതിൽ ഏതാണ്? മെൽറ്റിംഗ് പോട്ട്. ദേവിക, ദേവിക പറ, ലൈക്ക് മെൽറ്റിംഗ് പോട്ടാണോ അല്ലെങ്കിൽ രണ്ടും ആണെന്ന്? അങ്ങനെ പറയാൻ പറ്റില്ല, ലൈക്ക് ഏതെങ്കിലും ഒന്നാണെന്ന് പറയണം. ലൈക്ക് ഒരു സൊസൈറ്റി രണ്ടും കൂടെ ആവാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മൾ ഇതുവരെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഓക്കെ, നമുക്ക് സ്പിരിച്വൽ ആണ് മെറ്റീരിയലിസ്റ്റ് ആണെന്ന് പറയാം. ലൈക്ക് ഞാൻ ചോദിച്ച ഓവറോൾ ആണ്, മേജർലി എന്താണ്? 50-50 എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, അപ്പൊ പിന്നെ മേജർ ആയിട്ട് വരുന്ന ഏതാണ്? പല പല സാധനങ്ങളാണ്. സാലഡ് ബോൾ മോഡലാണ്. രസിക, പറ. സാലഡ് ബോൾ ആണോ അല്ലെങ്കിൽ ലൈക്ക് മെൽറ്റിംഗ് പോട്ട് ആണോ? ഓക്കെ, മെൽറ്റിംഗ് പോട്ട് എന്നാണ് രസിക പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് അനലൈസ് ഇന്ത്യൻ സൊസൈറ്റിയിൽ. ഇപ്പൊ നിങ്ങൾക്ക് ലൈക്ക് ഇപ്പൊ ഞാൻ ഡിഫറെന്റ് ലൈക്ക് ട്രൈബൽസ്. ഓക്കെ, സോ ട്രൈബൽസ് എവിടെയാണ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഐഡന്റിഫൈ ഇറ്റ്, അല്ലേ? അതേപോലെ ലൈക്ക് ഓരോ ആളുകളെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ലൈക്ക് കേരള, തമിഴ്നാട്, ആന്ധ്ര, ഡിഫറെന്റ് കൾച്ചേഴ്സ് ആർ ദിയർ, ഡിഫറെന്റ് റിലീജിയൻസ് ആർ ദിയർ. ഇതിനൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ്ലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ എവറിഥിങ് ഈസ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ വൺ പോട്ട് ആസ് ഡിഫറെന്റ് എൻറ്റിറ്റീസ്. ഇതെല്ലാം കൂടെ ചേരുന്ന സമയത്ത് ഒരു സെപ്പറേറ്റ് സാധനം വരുന്നുണ്ട്. ആ ഒരു ആസ്പെക്ട്സിൽ നോക്കുന്ന സമയത്ത് നമുക്ക് സാലഡ് ബോൾ മോഡൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റേണ്ടതാണ്. ഓക്കെ, സോ ലൈക്ക് ഒരു മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഈ രണ്ടിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മോർ ലൈക്ക് എ സാലഡ് ബോൾ മോഡൽ. ഓക്കെ, നമുക്കൊരു പുതിയ എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്ത് ലൈക്ക് അങ്ങനെ വരപ്പെടുന്നില്ല. ഓക്കെ, ബാക്കി സൊസൈറ്റി ഒന്നല്ല. അപ്പൊ ലൈക്ക് ഫ്രഞ്ച് കമ്മ്യൂണിറ്റി ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അവിടേക്ക് എത്തുന്ന സമയത്ത് റിലീജിയസ് സിമ്പിൾസ് മുഴുവൻ എന്ത് ചെയ്യും, ഒരാളിൽ നിന്ന് റിമൂവ്ഡ് ആവും. അപ്പൊ ലൈക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള റിലീജിയസ് സിമ്പിൾസ് അല്ലെങ്കിൽ റിലീജിയസ് ഐഡന്റിഫിക്കേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വേറെ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആ പറയുന്ന സാധനങ്ങൾ ഫ്രഞ്ച് കമ്മ്യൂണിറ്റീസിലേക്ക് എത്തുന്ന സമയത്ത് ഇറോഡ് ആവും. അവിടെ എല്ലാവർക്കും ഒരേ ഡ്രസ്സിംഗ് കൾച്ചേഴ്സ് ആയിട്ട് മാറും. അപ്പൊ അത് എന്തുകൊണ്ടാണ്? ദേ ബിക്കം എ ഫ്രഞ്ച് സിറ്റിസൺ, എ സാമ്പാർ ലൈക്ക്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായി, ഈ പറയുന്ന ഒരു മെൽറ്റിംഗ് പോട്ടായിട്ട് അത് മാറിയത് കൊണ്ടാണ്. ബട്ട് ഇന്ത്യൻ സൊസൈറ്റിയിൽ ഓരോ റിലീജിയന്റെയും സെപ്പറേറ്റ് ഡ്രസ്സ്, ഓരോ ലൊക്കാലിറ്റിയുടെ, റീജിയന്റെ, റിലീജിയന്റെ, കാസ്റ്റിന്റെ ഒക്കെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ആ ഒരു പെർസ്പെക്ടീവ് നോക്കുമ്പോൾ വി ക്യാൻ കൺസിഡർ ഇന്ത്യൻ സൊസൈറ്റി ആസ് എ സാലഡ് ബോൾ മോഡൽ. ബട്ട് ഹിസ്റ്റോറിയൻസ് ഹാവ് എ ഡിഫറെന്റ് ഒപ്പീനിയൻ. സോ ഇന്ത്യൻ പെർസ്പെക്ടീവ്സിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിനെ അവർ വിളിക്കുന്നത് ഇത് രണ്ടും അല്ല. ഓക്കെ, സോ ഇത് രണ്ടും അല്ല, മറിച്ചിട്ട് ഇതാണ്. സോ ദിസ് ഇസ് ദ ന്യൂസ്. India is neither a melting pot nor a salad bowl. So Indian society is like a unique case and concept. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൊസൈറ്റിയെ നോർമലി നമ്മൾ പറയാറുള്ളത് അല്ലെങ്കിൽ ലൈക്ക് മീൽസ് മോഡൽ. നമ്മുടെ ലൈക്ക് ഇന്ത്യൻ തളി ഇല്ലേ, തളി മീൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചോറുണ്ടായിരിക്കും, ചോറിന് ഡിഫറെന്റ് സൈഡ് ഡിഷസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇതാണ് ഇന്ത്യൻ സൊസൈറ്റി. ഒരു തളി മീൽസ് ആണ് എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, സോ അതായത് ഒരു ഈക്വൽ പ്രൊപ്പോർഷനിലല്ല എല്ലാം കൂടെ ആഡ് ചെയ്യുന്നത്. ദർ ഇസ് എ മേജർ കമ്മ്യൂണിറ്റി, ലൈക്ക് 83% വരുന്ന ഒരു മേജർ കമ്മ്യൂണിറ്റി ഇസ് ദർ. ദെൻ ലൈക്ക്
ഇപ്പൊ ചോറിന്റെ കൂടെ സാമ്പാർ അത് കുറച്ച് അധികം ഉണ്ടായിരിക്കും. പിന്നെ ലൈക്ക് ചെറിയ ചെറിയ സൈഡ് ഡിഷസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ? ലൈക്ക് ശർക്കരപ്പേരൊക്കെ വന്ന സമയത്ത് ചിലപ്പോൾ രണ്ടോ മൂന്നോ എണ്ണമായിരിക്കും ഉണ്ടാവുക. ദാറ്റ്സ് ലൈക്ക് വെരി സ്മോൾ. അപ്പം ഇന്ത്യൻ സൊസൈറ്റി നമ്മൾ ബെറ്റർ ആയിട്ട് തളി മീൽസ് അല്ലെങ്കിൽ ഒരു തളി ഫോമിലാണ് എന്നാണ് പറയാറുള്ളത്. ഇന്ത്യൻ ലൈക്ക് എക്കണോമിക് സർവേ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ രൂപത്തിൽ ഇന്ത്യൻ സൊസൈറ്റിയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. തളി മീൽസ് എന്നല്ല പറയാറ്, തളി മീൽസ് ഓർ താലി മീൽസ്. ലൈക്ക് കാര്യം മനസ്സിലായില്ലേ? താലി മീൻസ് ഇത്, തളി മീൽസ് എന്നാണ് സാധാരണ പറയാറുള്ളത്. താലി എന്ന് പറയാറുണ്ട്. ഓക്കെ, ഞാൻ അതുകൊണ്ടാണ് എന്റെ കൺഫ്യൂഷൻ ആണ് തളി മീൽസ് എന്നുള്ളത് പറയാൻ കാരണം. ഓക്കെ, സോ ഈ ഒരു സർവേ ഉണ്ട്, ഇതിന്റെ ബേസിസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഇസ് മോർ ലൈക്ക് എന്താ പറയാ, ഈ പറയുന്ന ഒരു തളി മീൽസ് അല്ലെങ്കിൽ ആ ഒരു മീൽസ് രൂപത്തിലാണ് ഇന്ത്യൻ സൊസൈറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതിന് കാരണം എന്താണ്? ലൈക്ക് അതിന്റെ മേജർ കാരണം എന്ന് പറയുന്നത് ഇതാണ്, 80% ഓഫ് ദ പോപ്പുലേഷൻ. മുസ്ലിംസ് കംപ്രൈസസ് ലൈക്ക് 14%. പിന്നെ വരുന്ന ഓരോ കമ്മ്യൂണിറ്റീസും ലൈക്ക് ഇറ്റ് ഈസ് ഡിക്രീസിങ്. ഓക്കെ, സോ ഒരു ഈക്വൽ പ്രൊപ്പോർഷനിലല്ല. അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ താളി മീൽ മോഡൽ എന്ന് പറയാനുള്ള ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഈ പറയുന്ന കാര്യമാണ്. അതായത് ഏതൊരു സൊസൈറ്റിയും ഫസ്റ്റ് വരുന്ന സമയത്ത് ദേ ആർ ട്രൈങ് ടു ഇന്റഗ്രേറ്റ് ദി വാട്ട് ഇസ് ദ ലാർജസ്റ്റ് സൊസൈറ്റീസ് ലൈക്ക് പ്രാക്ടീസിങ്. ഓക്കെ, ആ ഒരു ലാർജർ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അവർ നോക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം ദേ ആർ റിട്ടൈനിങ് ദെയർ ഓൺ ലൈക്ക് ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, സോ അതായത് ദേ ഫസ്റ്റ് എൻകറേജ് ഇമിഗ്രൻസ് ടു ഫ്യൂസ് ഇൻ ടു ഡൊമിനന്റ് കൾച്ചർ. ആ ഒരു ഡൊമിനന്റ് കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ലൈക്ക് അതിഥി ദേവോ ഭവ, വിച്ച് ഇസ് ലൈക്ക് ആക്സെപ്റ്റഡ് ബൈ ഓൾ കമ്മ്യൂണിറ്റീസ് in India, irrespective of like every religion. Then the concept of like dharma, duty, that's accepted. So it was like Buddhism, Jainism, even like Hinduism, everywhere you can see this dharma. Then the concept of like karma. Okay, karma അല്ലെങ്കിൽ like അതിന്റെ ഒരു ആഫ്റ്റർ ഇമ്പാക്ട്സ് ആ കാര്യങ്ങൾ അതും like it is existing in almost every religion. Okay, so ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, it is being adopted from the dominant culture. And second, the immigrants retain their own characteristics while integrating into the new society. So ഓരോ ഡിഫറെന്റ് സെക്ഷൻസിനും എന്തുണ്ട്, അവരുടേതായിട്ടുള്ള റിലീജിയസ് ഓർ ലൈക്ക് സോഷ്യൽ പ്രാക്ടീസസ് അതും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. Okay, are you getting it? How the transformation is happening in the Indian society? Okay, then upon unique understanding of plurality of the Indian society, it is more like a tali, like tali. ഓക്കെ, സോ ഒരു തളി മീൽ കൺസെപ്റ്റ് ആണ് ഇന്ത്യയുടെ സൊസൈറ്റിയെ നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്. ദെൻ സ്കോളേഴ്സ് ബിലീവ്സ് ഇന്ത്യസ് ഫൗണ്ടിങ് ഫാദേഴ്സ് വാണ്ടഡ് സൊസൈറ്റി വിച്ച് വാസ് മോർ സാലഡ് ബൗൾ. ഒരു സാലഡ് ബൗൾ മോഡലിലേക്ക് ഇന്ത്യൻ സൊസൈറ്റിയെ കൊണ്ടുവരണം എന്ന് ഇന്ത്യൻ ഫൗണ്ടിങ് ഫാദേഴ്സ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് വാട്ട് ഇന്ത്യൻ സൊസൈറ്റി ബിക്കം വാസ് എ തളി മോഡൽ. ഓക്കെ, സോ ഈ രൂപത്തിലൊരു സാലഡ് ബൗൾ ആയിട്ട് ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓരോരുത്തരെ എക്സിസ്റ്റ് ചെയ്യാം എന്നൊക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിലും അതല്ല നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി ആയിട്ടുള്ളത്. ഓക്കെ, സോ ഇതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക, പ്യൂ സർവേ. ഓക്കെ, പ്യൂ സർവേ അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ആസ് പെർ ദ പ്യൂ സർവേ കണ്ടക്ടഡ് ബൈ BBC. ഓക്കെ, സോ ഇന്ത്യൻ സൊസൈറ്റി ഇസ് ബീങ് കൺസിഡർഡ് ആസ് എ തളി മീൽസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഗിവ് യു എ ബൂസ്റ്റ്. ഓക്കെ, ലൈക്ക് എ വാല്യൂ അഡീഷൻ ഇൻ യുവർ ആൻസർ. then അടുത്തത്, what are the elements of like melting culture as well as like the salad bowl model? ഇന്ത്യൻ സൊസൈറ്റിയിലെ മെൽറ്റിംഗ് കൾച്ചറിന്റെ അല്ലെങ്കിൽ ഒരു മെൽറ്റിംഗ് പോട്ടിന്റെ ഭാഗമായിട്ടുള്ളതും അതുപോലെ തന്നെ സാലഡ് ബോളിന്റെ ഭാഗമായിട്ടുള്ളതുമായിട്ടുള്ള ഡിഫറെന്റ് കൾച്ചറൽ എലമെന്റ്സ് എന്തൊക്കെയാണ്? സോ ഫസ്റ്റ് കംസ് ലൈക്ക് ഹിന്ദുസ്ഥാനി കൾച്ചർ. ഹിന്ദുസ്ഥാനി കൾച്ചർ, ഓക്കെ, സോ ഹിന്ദുസ്ഥാനി കൾച്ചർ എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാനി സംഗീതം ഇസ് ദെയർ. ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഇന്റഗ്രേറ്റഡ് വിത്ത് ഡിഫറെന്റ് അതർ മ്യൂസിക്കൽ ട്രഡീഷൻസ്. കർണാട്ടിക് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബട്ട് ഹിന്ദുസ്ഥാനി എന്ന് പറയുന്നത് ഡിഫറെന്റ് റീജിയണൽ മ്യൂസിക്സും അതുപോലെ ലൈക്ക് ഫോറിൻ മ്യൂസിക്സ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അത് ഇറ്റ് ഈസ് ലൈക്ക് ഇറ്റ് ഹാസ് അണ്ടർഗോൺ ചേഞ്ചസ്. അല്ലേ, ആട്ടം കൾച്ചറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ ഹിന്ദുസ്ഥാനി മ്യൂസിക്കും അതുപോലെ കർണാട്ടിക് മ്യൂസിക്കും വരുന്ന സമയത്തുള്ള മ്യൂസിക്സ് എത്തിയിട്ടില്ല അല്ലേ? ഓക്കെ, ഫൈൻ. സോ ഏതായാലും ലൈക്ക് കർണാട്ടിക് ആൻഡ് ഹിന്ദുസ്ഥാനി മ്യൂസിക്സ് വരുന്നുണ്ട്. ഈ ഹിന്ദുസ്ഥാനി മ്യൂസിക്സിന്റെ ഒരു ലൈക്ക് ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലൈക്ക് എ മിക്സ് ഓഫ് ഡിഫറെന്റ് culture or like different musical traditions. Okay, then like national festivals, different national festivals are there and we are becoming part of it. Like either it is like the Holi celebration, it is being done by like നമ്മുടെ സ്കൂളുകളിലൊക്കെ എല്ലാവരും ഹോളി ആഘോഷിക്കുന്നുണ്ട്, റെസ്പെക്റ്റീവ് ഓഫ് ലൈക്ക് കമ്മ്യൂണിറ്റി or like culture. Onam is being celebrated across Kerala.
Okay, so even like Onam is becoming like a national. Like wherever the Indians are there, sorry, like Malayalis are there, we are celebrating this. Okay, like either it is in the Delhi or it is in the New Year, we have it. Okay, then അടുത്തത് urbanization that is leading to mixed identities. Okay, urban middle class. അതായത് new sections of the society is being emerging. Okay, പുതിയ identities is being created because of the social transformation. So ഈ perspectives ഒക്കെ നോക്കുമ്പോൾ വി ആർ ലൈക്ക് എ മെൽറ്റിംഗ് പോട്ട്. ഈ ഒരു അർബൻ മിഡിൽ ക്ലാസ്സിൽ ആരൊക്കെ വരുന്നുണ്ടായിരിക്കും? ഡിഫറെന്റ് റിലീജിയനിലുള്ള ആൾക്കാരുണ്ടായിരിക്കും, ഡിഫറെന്റ് കാസ്റ്റ് എന്നുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഓക്കെ, സോ അങ്ങനെ ഒരു പുതിയ ഐഡന്റിറ്റി എമേർജ് ചെയ്യുമ്പോൾ ഇതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് എ സാമ്പാർ. ഓക്കെ, അർബൻ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു പുതിയ ഗ്രൂപ്പ് ഇസ് എമേർജിങ്. ദെൻ അടുത്തത് സാലഡ് ബോൾ മോഡൽ. സോ സാലഡ് ബോൾ മോഡലിലേക്ക് വരുന്ന സമയത്ത് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി, വി ആർ സ്റ്റിൽ ട്രൈങ് ടു പ്രൊട്ടക്ട് ഇൻഡിവിജ്വൽ ലാംഗ്വേജസ്. സോ ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ലൈക്ക് ലാംഗ്വേജ് വാർ, എസ്പെഷ്യലി ഇൻ തമിഴ്നാട്. ഓക്കെ, ദെൻ ലൈക്ക് റിലീജിയസ് പ്ലൂറലിസം, ഈച്ച് റിലീജിയൻ ഇസ് ലൈക്ക് ഹാവിങ് ഇറ്റ്സ് ഡിഫറെന്റ് എക്സിസ്റ്റൻസ്. അവരുടേതായിട്ടുള്ള കൾച്ചറൽ പ്രാക്ടീസസ് ദേ ആർ ലൈക്ക് മെയിൻറ്റെയിനിങ് ഇറ്റ്. ഓക്കെ, ദെൻ ലൈക്ക് റീജിയണൽ കസിൻ ആൻഡ് അറ്റയർ. ഓരോ പ്രദേശത്തും അവരുടേതായിട്ടുള്ള ഡ്രസ്സിംഗ് സ്റ്റൈൽസ് ഉണ്ട്. ഇപ്പൊ കേരളത്തിൻ്റെതായിരുന്നു എന്തെന്ന് പറയുന്നത് ലൈക്ക് കസവുമുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ലൈക്ക് ലുങ്കി അല്ലെങ്കിൽ തുണി എന്നൊക്കെ പറയുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് അവർ യുണീക്ക് അറ്റയർ. ഇതേപോലെ ഓരോ പ്രദേശത്തും അവരുടേതായിട്ടുള്ള ആളുകൾക്ക് എന്തുണ്ട് ഡിഫറൻസ്. ഇപ്പൊ ലൈക്ക് രാജസ്ഥാനിലുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ വി കൻ ഐഡന്റിഫൈ ദിസ് എ രാജസ്ഥാനി. അതുപോലെ ഓരോ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനും ഡിഫറെന്റ് ആയിട്ടുള്ള അറ്റയർ ഉണ്ട്. ദാറ്റ് ദേ ആർ മെയിൻറ്റെയിനിങ്, ദേ ആർ നോട്ട് ചേഞ്ചിങ്. ബട്ട് അറ്റ് ദ സെയിം ടൈം വി ഹാവ് ആക്സെപ്റ്റഡ് സം കോമൺ ഡ്രസ്സിംഗ് സ്റ്റൈൽസ്. പുതിയ ലൈക്ക് ഫാഷൻ ടെക്നോളജി, ലൈക്ക് ഫാഷൻ എന്ത് ചെയ്യുന്നുണ്ട്, സെൻസുകൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ദ സെയിം ടൈം ട്രഡീഷണൽ അറ്റയർ ഇസ് ലൈക്ക് സ്റ്റിൽ എക്സിസ്റ്റിംഗ്. അപ്പൊ ആ ഒരു പെർസ്പെക്ടീവ്സിൽ എന്താണ്, വി ആർ ബീങ് കൺസിഡർഡ് ആസ് എ salad bowl model. Like individuals are existing within the society while maintaining their individual identity. Okay. സോ ഇതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ഇന്ത്യൻ സൊസൈറ്റി ഏതാണ്, സാലഡ് ബോൾ ആണോ അല്ലെങ്കിൽ മെൽറ്റിംഗ് പോട്ട് ആണോ എന്നുള്ളത്. സോ ദ ആൻസർ യു നോ നൗ. ഓക്കെ, സോ അതിന്റെ ബാക്കിയാണ് ദിസ് ഡ്രീം ഫ്രണ്ടഡ് ആൻഡ് ഹാസ് ഇന്ത്യ ടേൺ ഔട്ട് ടു ബി എ കോംപ്ലക്സ് റിപ്പബ്ലിക്, എ പാച്ച് വർക്ക് ഗിൽഡ് ഓഫ് പീപ്പിൾ, റിലീജിയൻ, കൾച്ചർ, where people live together but separately. ഓക്കെ, സോ ഇൻ ഇന്ത്യ പീപ്പിൾസ് ആർ ലിവിങ് ടുഗദർ ബട്ട് സെപ്പറേറ്റ്ലി. ഓരോരുത്തരും നമ്മൾ ഒരുമിച്ചാണ് ജീവിക്കുന്നത്, ബട്ട് ഇൻഡിവിജ്വാലിറ്റി ഈസ് ബീങ് മെയിൻറ്റെയിൻ. എല്ലാം കൂടെ എന്ത് ചെയ്യുന്നില്ല, മിക്സ് ആവുന്നൊന്നുമില്ല. ഓക്കെ, സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ മീൽസ് വെക്കുന്ന സമയത്ത് ലൈക്ക് എല്ലാം ഇവിടെ ഉണ്ട്, ബട്ട് എവറിത്തിങ് ഈസ് സെപ്പറേറ്റ്. ഇതെല്ലാം കൂടെ കൂടുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, തളിമീലാവുന്നത്. ബട്ട് എവറിത്തിങ് ഈസ് ഡിഫറെന്റ്. സോ ഈ ഒരു രൂപത്തിലേക്കാണ് എന്ന് പറയുന്നത്. ദെൻ 81% of the Hindu believes that holy Ganges river has the power to purify, but so does 66% of the Jains, and a quarter of Muslims and a third of Christians. അപ്പം ഈ ഗംഗൈറ്റിക് വാട്ടറിന് ഒരു ഹോളി ലൈക്ക് പ്യൂരിഫൈങ് പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ളത് അക്രോസ് ദ റിലീജിയൻ ദേ ആർ ബിലീവിങ്. ബട്ട് അതിന്റെ പ്രൊപ്പോർഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഈവൻ ദോ ഇറ്റ് ഈസ് ദെയർ. Then 77% Muslims, 54% of the Christians believes in karma. ഓക്കെ, സോ അതും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മേജർ ലൈക്ക് റിലീജിയന് ബാക്കി റിലീജിയനിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്യുന്ന സമയത്താണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി ഈ ഒരു ഫോർമാറ്റിലാണ് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, ഇതാണ് നേരത്തെ ചോദ്യം. ഞാൻ പറഞ്ഞു UPSC ഓൾറെഡി ഇങ്ങനത്തെ ഒരു പ്രീവിയസ് ഇയർ ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, സോ ചോദ്യം ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇന്റർകാസ്റ്റ് മാരേജ് ബിറ്റ്വീൻ കാസ്റ്റ് വിച്ച് has socio-economic parity have increased to some extent, but this is less true interreligious marriage. True of interreligious marriage discuss 2024 ഈ മെയിൻസിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, സോ ഈ മെയിൻസിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സോ why intercaste marriages are increasing but not the interreligious marriages? ലൈക്ക് ഇന്ത്യൻ സൊസൈറ്റിയുടെ ഈ ഒരു ലൈക്ക് ഏരിയയുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് അറിയോ, കൺസെപ്റ്റ് നമുക്കറിയാം, ഇപ്പൊ ഈ പറഞ്ഞത് തന്നെയാണ്, അതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ളതാണ് ഇവിടുത്തെ ചാലഞ്ച്.
അതായത് ലൈക്ക് മാരേജ് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ആരൊക്കെയാണ് ഇൻവോൾവ് ആകുന്നത്? ലൈക്ക് മെൻ ആൻഡ് വുമൺ. ഇനി ആ മാരേജ് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കണം? ഫാമിലി ഇസ് ദർ, ബട്ട് ലൈക്ക് മാരേജ് ഇസ് മോർ അബൌട്ട് വാട്ട്? ടു പീപ്പിൾ. ഏ ആ ആലോചിച്ച് നോക്ക്, UPSC പേപ്പറിൽ ഇറ്റ്സ് ലൈക്ക് എക്സാക്ട്ലി നമുക്ക് പറയാൻ പറ്റില്ല, ബട്ട് ഇറ്റ്സ് ആൾസോ അബൌട്ട് കമ്പാറ്റിബിലിറ്റി. എന്താണെന്ന് അറിയില്ല, ലൈക്ക് മാരേജിന്റെ ടോപ്പിക് പറയുന്ന സമയത്ത് രസികയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവും ഒന്ന് മുന്നോട്ടേക്ക് ഇരുന്നിട്ട്. സോ ഇറ്റ്സ് മോർ അബൌട്ട് ലൈക്ക് കമ്പാറ്റിബിലിറ്റി. അപ്പൊ നിങ്ങൾ ചോദിക്കും എപ്പോഴും ഇങ്ങനെ കമ്പാറ്റിബിലിറ്റിയിൽ മാത്രമാണോ വരുന്നത് എന്നുള്ളത്. അല്ല, ഡെഫിനറ്റ്ലി അല്ല. ബട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരാൾക്ക് എന്തായിരിക്കും ഫാസ്റ്റ് ഫുഡ് ആയിരിക്കും ഇഷ്ടം, ഒരാൾക്ക് ലൈക്ക് ട്രഡീഷണൽ ഫുഡ് ആയിരിക്കും. ബട്ട് ദേ ആർ ഗോയിങ് ടുഗദർ. അത് ലൈക്ക് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് വരുന്ന ഒരു സാധനമാണ്. ദാറ്റ്സ് ലൈക്ക് സെപ്പറേറ്റ് തിങ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ബട്ട് ഒരു പ്രാക്ടിക്കൽ മാരേജ് നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യാറുള്ളത് കമ്പാറ്റിബിലിറ്റി ആണ്. സ്റ്റിൽ മേജർ ഇന്ത്യൻസ് ആർ കൺസിഡറിങ്. ഓക്കെ, ബട്ട് ഈ മാരേജ് ലാസ്റ്റ് ചെയ്യോ ഇല്ല എന്നുള്ളത് ഒരു ചോദ്യമാണ്. ദിസ് മാരേജ് വിൽ ലാസ്റ്റ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്താണെങ്കിൽ. ആ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളതിൽ എന്തായിരിക്കും? ലൈക്ക് ഡൈവേഴ്സിറ്റി വിൽ ബി ദിയർ. ഒരാൾ ലൈക്ക് എന്തായിരിക്കും, ലൈക്ക് ഒരു ജോബ് ആയിരിക്കും, മറ്റേ ആൾ വേറെ ജോബ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഈ മാട്രിമോണിയൽ സൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ ഈ ഫാക്ടറിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ലൈക്ക് ചെക്കൻ ഡോക്ടർ ആണെങ്കിൽ നോക്കുന്നത് പെണ്ണ് ഡോക്ടർ ആയിരിക്കും. ഓക്കെ, ലൈക്ക് ഇവിടെ എഞ്ചിനീയർ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? എഞ്ചിനീയർ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് ആയിരിക്കും. ഇവിടെ ആർക്കിടെക്ട് ആണെങ്കിൽ എന്തായിരിക്കും? ഇവിടെ ഒരു സിവിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്ടിനെ ആയിരിക്കും നോക്കുന്നത്. രണ്ടാൾക്കും ഒരേ പ്രൊഫഷനിൽ വർക്ക് ചെയ്യാലോ. സോ ഇറ്റ്സ് ലൈക്ക് മോർ അബൌട്ട് കമ്പാറ്റിബിലിറ്റി. രണ്ടുപേർക്കും ഒരേ ഫീൽഡ് ലൈക്ക് അത് ഒരുമിച്ച് നിൽക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നൊക്കെ വരുന്ന ഒരു സാധനമാണ്. ബട്ട് സ്റ്റിൽ ലൈക്ക് രണ്ട് ഡോക്ടേഴ്സ് ആണെങ്കിൽ രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് ഒരു ക്ലിനിക്ക് ഓപ്പൺ ചെയ്യാം. സോ ബേസിക്കലി ഇറ്റ്സ് അബൌട്ട് ദി കമ്പാറ്റിബിലിറ്റി. ഇനി രണ്ടാമത്തത് ലൈക്ക് ഇപ്പൊ നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് ഇപ്പം ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു പുവർ റിച്ച് ഇത് ചാൻസ് കുറവായിരിക്കും. കാരണം ലൈക്ക് ഞാൻ എന്റെ കൺസെപ്റ്റ് അല്ല, നമ്മുടെ സൊസൈറ്റിയുടെ കൺസെപ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലൈക്ക് ഒരു പുവർ ആയിട്ടുള്ള ഒരാൾ റിച്ച് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് കല്യാണം കഴിക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഈ പുവർ ആയിട്ടുള്ള ആളുടെ തോട്ട് എന്തായിരിക്കും? ലൈക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു തോട്ടായിരിക്കും. അതായത് മന്ത്ലി EMI എത്ര പോകും എന്നുള്ളത്. ദാറ്റ് കൺസെപ്റ്റ് വിൽ ബി ദെയർ. ഓക്കെ, സോ അതായത് എത്രത്തോളം ലൈക്ക് മെൻ പുവർ ആണ്, വുമൺ റിച്ച് ആണ് എന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ള ഇവളുടെ ലൈഫ് സ്റ്റൈലിൽ ഇതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ളത് ലൈക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. ദ സെയിം വേ തിരിച്ചാണെന്നുണ്ടെങ്കിലോ, മെൻ ഇസ് റിച്ച്, വുമൺ ഇസ് പുവർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമല്ല. ലൈക്ക് എക്സ്പെൻസിന്റെ ലെവലിലേക്ക് എത്ര പോകാനും ഗേൾസിന് പൊതുവെ പെട്ടെന്ന് പറ്റും. സൊസൈറ്റിയുടെ കൺസെപ്റ്റ് ആണ്. ഓക്കെ, ബട്ട് ദ തിങ് ഇസ് ദാറ്റ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു കമ്പാറ്റബിലിറ്റി ഇഷ്യൂ എപ്പോഴും ഉണ്ടായിരിക്കും, പുവർ റിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് സോഷ്യൽ റിയാലിറ്റി. ഇനി നിങ്ങൾ ചോദ്യം ഒന്നുകൂടെ വായിച്ചു നോക്കുക. ഇന്റർകാസ്റ്റ് മാരേജ് ബിറ്റ്വീൻ ആരാണ്? വിച്ച് ഹാവ് സോഷ്യോ എക്കണോമിക് പാരിറ്റി. കൃത്യമായിട്ട് UPSC പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുവർ ആയിട്ടുള്ള ഒരു ഇന്റർകാസ്റ്റ് റിച്ച് ആയിട്ടുള്ള ഇന്റർകാസ്റ്റിനെ അല്ല മാരേജ് ചെയ്യുന്നത്, ലൈക്ക് വേറൊരു കാസ്റ്റിനെ അല്ല മാരേജ് ചെയ്യുന്നത്. എക്കണോമിക് പാരിറ്റി ഉള്ള സ്ഥലത്ത് ഇന്റർകാസ്റ്റ് നടക്കുന്നു. അതാണ് പറഞ്ഞത്. എക്സാക്ട്ലി അതാണ് നടക്കുന്നത്. ഓക്കെ, അതായത് കാസ്റ്റ് ഐഡന്റിറ്റിയിൽ നമുക്ക് എന്തെങ്കിലും ലൂസ് ആയതല്ല. കാസ്റ്റ് സ്റ്റിൽ എ സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പക്ഷെ കാസ്റ്റിനെക്കാട്ടി കുറച്ചുകൂടെ മുകളിൽ ആരിപ്പോ വന്നു? ക്ലാസ് വന്നു. റിച്ച്, പുവർ, മിഡില്. റിച്ച് ടു റിച്ച്, മിഡിൽ ടു മിഡിൽ, പുവർ ടു പുവർ. ഈ രൂപത്തിലേക്ക് എന്ത് ചെയ്തു? മാരേജ് അലയൻസസ് മാറാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിനെ കുറിച്ചിട്ടാണ് UPSC ചോദിച്ചത്. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് UPSC തന്നെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, ബട്ട് ഇന്റർ റിലീജിയസ് മാരേജസിലേക്ക് വരുന്ന സമയത്ത് അത് നടക്കുന്നില്ല. അപ്പൊ തന്നെ സോഷ്യൽ കണ്ടീഷനിങ് എങ്ങനെയാന്നുള്ളത് നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റ് ഇസ് ലെസ് ഇമ്പോർട്ടൻറ്റ് ദാൻ, ക്ലാസ് ഇസ് ലെസ് ഇമ്പോർട്ടൻറ്റ് ദാൻ റിലീജിയൻ. ഈ ഒരു തോട്ട് നിങ്ങൾക്ക് കിട്ടിയോ? അറ്റ് പ്രസന്റ് ഇന്ത്യൻ സൊസൈറ്റിയിലെ കാസ്റ്റ്, ക്ലാസ്, റിലീജിയൻ. സോ മോർ ഇമ്പോർട്ടൻസ് ഇസ് ടു റിലീജിയൻ.
റിലീജിയൻ ഇസ് സ്റ്റിൽ എ സ്ട്രോങ്. അതുകൊണ്ട് എക്സാക്ട്ലി ആ ചോദ്യം അവിടെ ഉണ്ട്. ലൈക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രോഗ്രസീവ് സൊസൈറ്റി എന്ന് കരുതപ്പെടുന്നത് കേരളമാണ്. ബട്ട് സ്റ്റിൽ നമ്മുടെ ഇടയിൽ തന്നെ ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ലൈക്ക് ചെറിയ രീതിയിലെങ്കിലും ആക്സെപ്റ്റ് ചെയ്യും. അതായത് പണ്ടുണ്ടായിരുന്ന അത്രത്തോളം ഒരു ഹോണർ കില്ലിംഗ് കമ്പാരിറ്റീവ്ലി ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഇന്റർകാസ്റ്റ് ഇന്റർഫെയ്ത്ത് മാരേജസ് ആർ ലൈക്ക് ഹാപ്പനിങ്. ഓക്കെ. എസ്കേപ്പ് ആയിട്ട് ലൈക്ക് ഇവിടെ ഒരു സോഷ്യൽ ആക്സെപ്റ്റൻസ് അതിന് കിട്ടും. ആക്സെപ്റ്റബിൾ ആണ്. സോ ഇന്റർഫെയ്ത്ത് മാരേജ് ഫ്യൂ സർവേസ് ഈസ് മോസ്റ്റ് ഇന്ത്യൻസ് ഓപ്പോസിറ്റ്. ഓക്കെ. 2021 വന്നിട്ടുള്ള ന്യൂസ് ആണ്. ഓക്കെ. 2021 വന്നിട്ടുള്ള ന്യൂസ് ആണ്. ഇന്റർഫെയ്ത്ത് മാരേജ് മോസ്റ്റ് ഇന്ത്യൻസ് ഓപ്പോസിറ്റ്. ഈ ഫ്യൂ സർവേ തന്നെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഒരു ഫ്യൂ സർവേ കണ്ടിട്ടുണ്ടായിരുന്നില്ല, തളി മോഡലാന്ന് പറഞ്ഞിട്ടില്ലേ. ദെൻ ഇന്ത്യസ് ഇന്റർഫെയ്ത്ത് കപ്പിൾസ് ഓൺ എഡ്ജ് ആഫ്റ്റർ ന്യൂ ലോ. 2021 വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ്. ദെൻ ഇന്റർകാസ്റ്റ് ഔട്ട്, പാനൽ വിൽ ട്രാക്ക് ഓൺലി ഇന്റർഫെയ്ത്ത് മാരേജസ് സെയ്സ് മഹാരാഷ്ട്ര. ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സോ ഇങ്ങനത്തെ കുറച്ച് സോഷ്യോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ഇന്ത്യയിൽ ഉണ്ടായി. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ. കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള ലിങ്കേജ് ആണ് കാണിച്ചു തരുന്നത്. സോ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്റർഫെയ്ത്ത് മാരേജ് അല്ലെങ്കിൽ ഇന്റർ റിലീജിയസ് മാരേജസിനെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലൈക്ക് അതിന്റെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സംസ്ഥാനങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ലോ പാസ്സാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, സെപ്പറേറ്റ് കമ്മിറ്റികളൊക്കെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളും ഇന്റർഫെയ്ത്ത് മാരേജസ് ബാൻ ചെയ്ത് അല്ലെങ്കിൽ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലീജിയൻ ലൈക്ക് രണ്ട് ഡിഫറെന്റ് റിലീജിയനിലുള്ള ആളുകൾ എന്ത് ചെയ്യാണ്, കല്യാണം കഴിച്ചിട്ട് രണ്ടുപേരും കൂടെ ഒരു റിലീജിയനിലേക്ക് മാറാൻ പാടില്ല എന്നുള്ള രൂപത്തിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീജിയസ് കൺവേർഷൻ എന്തിൽ പാടില്ല, ഇന്റർ റിലീജിയസ് മാരേജിൽ പാടില്ല എന്നുള്ള ലോസ് പല ലൈക്ക് ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര ഇങ്ങനത്തെ പല ലൈക്ക് സംസ്ഥാനങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ. സോ ആദ്യം ഒരു രൂപത്തിലുള്ള ലൈക്ക് ഇന്റർ കാസ്റ്റ് കൂടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മഹാരാഷ്ട്രയുടെ ലോയിൽ ഉണ്ടായിരുന്നു. അതായത് രണ്ട് ഡിഫറെന്റ് കാസ്റ്റ് മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാസ്റ്റ് മറ്റേ കാസ്റ്റ് ആയിട്ടൊന്നും എന്ത് ചെയ്യില്ല, മാറാൻ പാടില്ല. അതേപോലെ ഈ കമ്മിറ്റി എന്ത് ചെയ്യും? അതൊക്കെ ഒരു ചോദ്യമാണ്. ലൈക്ക് നമ്മൾ നിയമം ഉണ്ടാക്കുകയല്ലേ ചെയ്യുക, അതിനെ കുറിച്ചിട്ട് പിന്നെയാണ് ആലോചിക്കുക. ഇപ്പൊ ലൈക്ക് കേരളത്തിൽ ഒരു നിയമം ഉണ്ടായിരുന്നില്ല കുറച്ചു കാലം മുമ്പ്. അതായത് ബൈക്കിന്റെ ലൈക്ക് ലൈറ്റ് ഓൺ ഓഫ് ആക്കിയിട്ടാണ് പോലീസ് ചെക്കിംഗ് ഉണ്ടോ എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നത്. ലൈക്ക് നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല, കുറച്ചു കാലം മുമ്പ് ഇപ്പൊ ലൈക്ക് ഞാൻ ഇങ്ങനെ പോവാണ്, അപ്പൊ എനിക്ക് ഇവിടുന്ന് പോലീസ് ചെക്കിങ്ങിന് ഫൈൻ കിട്ടി. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഞാൻ പോകുന്ന സമയത്തൊക്കെ ആൾക്കാർക്ക് ഹെൽമെറ്റ് ഇല്ലാതെ വരുന്ന ആളുകൾക്ക് ഞാൻ ലൈറ്റ് എന്ത് ചെയ്യും, ഡിമ്മും ബ്രൈറ്റും ആക്കി കാണിച്ചു കൊടുക്കും. അതിന്റെ അർത്ഥം എന്താണ്, ഇപ്പോഴത്തെ പോലീസ് ചെക്കിംഗ് ഉണ്ട്, ഹെൽമെറ്റ് ഉണ്ട്, തിരിച്ചു പോകണം എന്നാണ്. ഓക്കെ. സോ അതിന്റെ പേരിൽ എന്ത് ചെയ്തു, ഈ ലൈറ്റ് മറ്റേതുണ്ടല്ലോ ഓണും ഓഫ് ആക്കാൻ പറ്റുന്നത്, ഇപ്പൊ ലൈറ്റ് ഓഫ് ആക്കാൻ പറ്റില്ല, എല്ലാ വണ്ടിക്കും ലൈറ്റ് ഓൺ ആണ്. ലൈക്ക് അതായത് പോലീസ് ചെക്കിങ്ങിന് ആളുകൾ ഇത് ഉപയോഗിച്ചിട്ട് പ്രിവെന്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് കേരള ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ച് ആണ് അതെന്ന് പറയുന്നത്. അതേപോലെ ആളുകളെ കാറിൽ തട്ടിക്കൊണ്ട് പോകുന്നു, അതുകൊണ്ട് എന്ത് ചെയ്തു, കൂളിംഗ് എടുത്തു കളഞ്ഞു. ലൈക്ക് വിൻഡോസിന് കൂളിംഗ് ഇല്ലേ, അതായത് ഇപ്പം വെയിലടിക്കുന്ന സമയത്ത് വെയിൽ മൊത്തം നമ്മൾ കൊള്ളണം കാറില്. ഏ ആ ആ ആ പുറത്തുനിന്ന് ഒരു സാധനം ലൈക്ക് അത് മോഡിഫിക്കേഷൻ്റെ അണ്ടറിലാണ് വരിക. ആ ആ പിന്നെ അതേപോലെ ലൈക്ക് കർട്ടൻ വെക്കുന്നതിന് കുഴപ്പമില്ല. അതായത് വ്യൂ ആണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഈക്വൽ ആയിട്ട് തന്നെ വരണം. ലൈക്ക് മന്ത്രിമാരുടെ ഒക്കെ കാറിന് കർട്ടൻസ് ആണ് വെക്കാറുള്ളത്. ഇപ്പൊ ലോസ് ഉണ്ട്, അതിന് ബൈപ്പാസ് ചെയ്യാനുള്ള മീൻസും ഉണ്ട്. ഓക്കെ. സോ നമ്മൾ ലോസ് ഉണ്ടാക്കും, പിന്നെ ആയിരിക്കും അതിന്റെ കോൺസിക്വൻസ് ചിന്തിക്കുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് എൻറ്റയർലി ഡിഫറെന്റ്. അപ്പം ഇവിടുത്തത് ഫസ്റ്റ് ഉണ്ടാക്കിയ ലോ പ്രകാരം ഇന്റർകാസ്റ്റ് ആൻഡ് ഇന്റർഫെയ്ത്ത് മാരേജ് രണ്ടും എന്ത് ചെയ്യും, ഈ കമ്മിറ്റി അന്വേഷിക്കും എന്നായിരുന്നു. പിന്നീട് ഓപ്പോസിഷൻ കാരണം ഇന്റർകാസ്റ്റ് ഔട്ട് ചെയ്തു, പക്ഷെ റിലീജിയൻ പുറത്താക്കിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് തന്നെ റെസ്ട്രിക്ഷൻസ് വെക്കുന്നുണ്ട്. അല്ലാതെ ഇന്റർഫെയ്ത്ത് മാരേജസ് നടക്കാൻ പാടില്ല എന്നുള്ള രൂപത്തിൽ സ്റ്റേറ്റ് തന്നെ റെസ്ട്രിക്ഷൻസ് വെക്കുന്നുണ്ട്. ബട്ട് ഇന്റർകാസ്റ്റ് മാരേജസ് ആർ അലൗഡ്. ഓക്കെ. സോ അതും കൂടെ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം, ആൻസറിൽ അറ്റ് സം പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ. ബുള്ളറ്റ് പോയിന്റ്സിൽ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള റീസൺസ് കൊടുക്കുകയാണെങ്കിൽ അതിൽ ഒരു പോയിന്റ് ആയിട്ട് ഇതും കൂടെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. സോ ഇതിന് എന്തൊക്കെ പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് പറയാൻ പറ്റുക? ലൈക്ക് ഇതിലൊന്നും നിങ്ങൾക്ക് അറിയാത്തതൊന്നും ഉണ്ടാവില്ല. എന്തൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം?
ക്ലാസ് ലൈക്ക് എമർജൻസ് ഓഫ് ദി ന്യൂ അർബൻ ക്ലാസ്, അതൊരു പോയിന്റ് ആണ്. ഓക്കെ, എമർജൻസ് ഓഫ് ദി ന്യൂ അർബൻ ക്ലാസ്, ഒരു പുതിയ അർബൻ ക്ലാസ് എന്ത് ചെയ്യുന്നുണ്ട്, എമേർജ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഇങ്ങോട്ടേക്ക് നിങ്ങൾക്ക് കയറ്റാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ടു കംഫർട്ട്. ഓക്കെ, അതായത് ഇപ്പൊ ലൈക്ക് കരിയർ പ്രിഫറൻസ്, എഡ്യൂക്കേഷൻ പ്രിഫറൻസ്, ഇതൊക്കെയാണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്. ലൊക്കാലിറ്റി പ്രിഫറൻസ്. ഓക്കെ, അതായത് ലൈക്ക് ഡിഫറെന്റ് കാസ്റ്റ് ആയാലും കുഴപ്പമില്ല, അടുത്തുള്ള റീജിയൻ ആയാൽ മതി, അല്ലെങ്കിൽ ലൈക്ക് ഒരേ അർബൻ ലൊക്കാലിറ്റി ആയാൽ മതി, അല്ലെങ്കിൽ സെയിം പ്രൊഫഷൻ ആയാൽ മതി, സെയിം എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ആയാൽ. ഓക്കെ, സോ ഇതേപോലെ ലൈക്ക് ഇപ്പം വിദേശത്ത് പോയിട്ട് സെറ്റിൽ ആകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് മൈഗ്രേഷൻസ് ആർ ഹാപ്പനിങ്. അപ്പൊ കാനഡയിലുള്ള രണ്ടുപേരായിരിക്കും മാരേജ് ചെയ്യുന്നത്. അവിടെ ലൈക്ക് എനിക്ക് സെയിം കാസ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ബി ഹാപ്പൻ. അപ്പൊ ലൈക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഡിഫറെന്റ് കാസ്റ്റ് ആയാലും സെയിം റിലീജിയൻ എന്നുള്ള ആളുകൾ എന്ത് ചെയ്യും, മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. സോ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർകാസ്റ്റ് മാരേജസ് ലൈക്ക് പുഷിങ് ഇൻ ദി സെയിം സോഷ്യോ എക്കണോമിക് പാരിറ്റി. ഇപ്പൊ കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണെന്നുണ്ടെങ്കിൽ ദേ ആർ ഓൺ ദ സെയിം എക്കണോമിക് സോഷ്യോ എക്കണോമിക് പാരിറ്റി അല്ലേ. ആ ഒരു വിസ അല്ലെങ്കിൽ ട്രാവലിംഗ് ലൈക്ക് എക്സ്പെൻസ് ഇതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു അപ്പർ മിഡിൽ ക്ലാസ്, അതായിരിക്കും ഈ പറയുന്ന കാനഡയിൽ അല്ലെങ്കിൽ യു എസിലൊക്കെ സെറ്റിൽ ആയിട്ടുള്ള ആൾക്കാർ. അവരുടെ ഇടയിൽ ഇന്റർകാസ്റ്റ് മാരേജസ് ആർ ഹാപ്പനിങ്. ദേ ആർ മോർ എക്സ്പോസ്ഡ് ടു ലൈക്ക് അർബൻ കൾച്ചർ, ലൈക്ക് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഓർ ലൈക്ക് വെസ്റ്റേൺ കൾച്ചർ. അപ്പൊ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ദേ ആർ ഗെറ്റിംഗ് മാരീഡ്. ഇനി അർബൻ വിത്തിൻ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മോസ്റ്റ്ലി പ്രിവലന്റ് ഇൻ ദി അർബൻ സൊസൈറ്റി. അവിടെ ഇന്റർമിക്സിംഗ് ഓഫ് ദി കൾച്ചേഴ്സ് ഇസ് ദർ. സോ ലൈക്ക് കാസ്റ്റ് ഇസ് ലൈക്ക് ഡിമിനിഷിങ് ആൻഡ് ക്ലാസ് ഇസ് ലൈക്ക് ബിക്കമിങ് എ ഡോമിനന്റ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് ബേസിൽ മാരേജ് അലയൻസസ് ആർ ലൈക്ക് മൂവിങ് ഫോർവേഡ്. ഓക്കെ, ദെൻ റിലീജിയന്റെ കേസിലേക്ക് വരുന്ന സമയത്തോ, റിലീജിയൻ നേരത്തെ പറഞ്ഞ പോലെ മോർ എന്താണ്, കൺസർവേറ്റീവ് ആണ്, മോർ സെന്റിമെന്റൽ ആണ്. ലൈക്ക് കമ്പയർഡ് ടു കാസ്റ്റ്, റിലീജിയൻ ഇസ് ലൈക്ക് മോർ സെന്റിമെന്റൽ. അതേപോലെ തന്നെ ഇന്റർ കമ്പാറ്റബിലിറ്റി ഈസ് നോട്ട് ഹാപ്പനിങ്. ലൈക്ക് സെയിം ലൈക്ക് ഡിഫറെന്റ് കാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കമ്പാറ്റബിലിറ്റി ഉണ്ടായിരിക്കും. കാരണം പണ്ട് കാസ്റ്റിൽ ഉണ്ടായിരുന്ന പോലെ, ഇപ്പൊ ലൈക്ക് പണ്ടത്തെ കാസ്റ്റ് സിസ്റ്റം ഇപ്പോഴത്തെ റിലീജിയൻ ലൈക്ക് റിലീജിയൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് കൂടുതൽ റിലീജിയൻ ആയിരുന്നു കൂടുതൽ എന്ത് ഉണ്ടായിരുന്നത്, കമ്പാറ്റബിൾ ആയിരുന്നത്. ഓക്കെ, അതായത് ഒരു നായർ തറവാട്ടിലേക്ക് അല്ലെങ്കിൽ എന്താ പറയുക ഒരു നമ്പൂതിരിന്റെ വീട്ടിലേക്ക് ഒരു മുസ്ലിമിന് കടന്നു ചെല്ലാം, പക്ഷെ ഒരു താഴ്ന്ന ജാതിക്കാരന് കടന്നു ചെല്ലാൻ പറ്റില്ല. ഇതായിരുന്നു അന്നത്തത്. അന്ന് ലൈക്ക് ഈ പറയുന്ന സോഷ്യൽ കമ്പാറ്റബിലിറ്റി എന്തായിരുന്നു, റിലീജിയൻസ് തമ്മിലുണ്ടായിരുന്നു, ബട്ട് കാസ്റ്റുകൾ തമ്മിൽ അത് ഉണ്ടായിരുന്നില്ല. ലൈക്ക് പ്യൂരിറ്റി കൺസെപ്റ്റ് വാസ് ദിയർ. തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ തീണ്ടിക്കൂടായ്മ, അടുത്ത് പോലും ലൈക്ക് അൺടച്ചബിലിറ്റി ഇറ്റ് വാസ്. അപ്പൊ തൊട്ടുകൂടാത്ത ഒരാളെ പിന്നെ ലൈക്ക് അടുത്തേക്ക് കൊണ്ടുവരുന്ന കാര്യം തന്നെ വരുന്നില്ലല്ലോ. ബട്ട് ദിസ് അൺടച്ചബിലിറ്റി വാസ് നോട്ട് ദിയർ ബിറ്റ്വീൻ റിലീജിയൻ. അപ്പൊ കാസ്റ്റ് റീഫോംസ് ഓവർ ദ ടൈം എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലത്തെ റിജിഡ് സെന്റിമെന്റ്സ് എന്ന് സൊസൈറ്റി എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കാസ്റ്റ് എന്ന് പറയുന്നത് ടു സം എക്സ്റ്റെന്റ് ഹാസ് ഇറോഡഡ്. ഇറ്റ് ഇസ് ലൈക്ക് ഫ്ലൂയിഡ്. അത് കുറച്ചുകൂടെ എന്ത് ചെയ്തു, UPSC ഇതിനു മുമ്പ് സ്റ്റാറ്റിക് ആണോ ഫ്ലൂയിഡ് ആണോ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കി കണ്ടിന്യൂറ്റി തന്നെയാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. സോ കാസ്റ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് ഫ്ലൂയിഡ്. ഇറ്റ് ഈസ് ലോസ്റ്റ് റെലവൻസ് ആൻഡ് ഇസ് ബീങ് റീപ്ലേസ്ഡ് ബൈ ക്ലാസ് in Indian society. That is leading to more intercaste marriages between the socio-economic parity, or like families which is having same socio-economic background. Intercaste marriages is prevalent among such community. Okay, so അങ്ങനെ നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ബട്ട് റിലീജിയൻ ഇസ് എ സ്ട്രോങ് സെന്റിമെന്റ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ലൈക്ക് സോഷ്യൽ ഒപ്പോസിഷൻ ഇസ് ദിയർ, ഈവൻ ലൈക്ക് ലോസ് ആർ അഗെയിൻസ്റ്റ് ഇറ്റ്. ഇപ്പൊ ലൈക്ക് രണ്ട് ഡിഫറെന്റ് റിലീജിയൻ ആണെങ്കിൽ രണ്ട് ലൈക്ക് ഡിഫറെന്റ് ലോസ് ആണ് വരുന്നത്. ലൈക്ക് മുസ്ലിം പേഴ്സണൽ ലോസ് ഉണ്ട്, ഹിന്ദു ലൈക്ക് കോഡ് ബില്ല് ഉണ്ട്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ജനറൽ മാരേജ് ആക്ട് ഉണ്ട്. സോ വിച്ച് വൺ ടു ഫോളോ, ലൈക്ക് ഇറ്റ് ഇസ് ആൻ ഇഷ്യൂ. ഓക്കെ, ബട്ട് കാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു കാര്യം എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. ഓക്കെ, സോ ഗവൺമെന്റ് ഇസ് ദിയർ, ലോ ഇസ് ദിയർ, ലൈക്ക് അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, സൊസൈറ്റി ഇസ് ലൈക്ക് അഗെയിൻസ്റ്റ് ഇറ്റ്. ബിക്കോസ് ഓഫ് ദാറ്റ് ദേ ആർ നോട്ട് ഡൂയിങ് ഇറ്റ്. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. സോ ദിസ് ഇസ് ദി things that you can include. So most Indians see their country as like religiously tolerant, but are against interfaith marriage. നമ്മൾ റിലീജിയസ്ലി ടോളറന്റ് ആണ്, ബട്ട് ഇന്റർകാസ്റ്റ് മാരേജ് നമ്മൾ ചെയ്യില്ല. പറയുന്നത് മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, ദെൻ അടുത്തത് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ദ സോഷ്യൽ മൊബിലിറ്റി ആൻഡ് കൾച്ചറൽ ഇന്റഗ്രേഷൻ. ഓക്കെ, ലൈക്ക് ഇത് നിങ്ങൾക്ക് ഇൻട്രോ കൊടുക്കാനുള്ള ഡിഫറെന്റ് സാധനങ്ങളാണ്. അതായത് ഇന്റർകാസ്റ്റ് മാരേജ്, അതുപോലെ തന്നെ ഇന്റർ ഫെയ്ത്ത് മാരേജസ്, ഇന്റർ റിലീജിയസ് മാരേജസ്. ദിസ് ആർ ദ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ദ സോഷ്യൽ മൊബിലിറ്റി ആൻഡ് ദ കൾച്ചറൽ ഇന്റഗ്രേഷൻ. പറഞ്ഞ മനസ്സിലാണ്ടോ? ഏത് ഏത് പോയിന്റ്, ഞാൻ ഡിഫറെന്റ് ആയിട്ടുള്ള ഡയമെൻഷൻസ് നിങ്ങൾക്ക് തരുന്നുണ്ടെന്ന് മാത്രം.
Then reflect a society in transition where personal choices are being outweighed traditional constraints, promoting greater tolerance and understanding. ഏത് ഇൻട്രോ വേണേലും നിങ്ങൾക്ക് എടുക്കാം. Okay, so like reflect the society in transition. In the intercaste marriages that reflect a society in transition where personal choices are being outweighed traditional constraints, promoting greater tolerance and understanding. Okay, so ഇത് എന്തിന്റെ ബേസിലാണ്? Because of the economic consideration, career